ഹലോ. അപ്പോൾ ഇന്നത്തെ ആദ്യത്തെ ചാറ്റ് ജി പി ടി ആയിട്ടുള്ള പോഡ്കാസ്റ്റാണ്. ഇതൊരു പോഡ്കാസ്റ്റ് എന്നുള്ളതിൽ ഒരു ക്യു എൻ എ എന്നുള്ളത് മാത്രം പറഞ്ഞാൽ മതി. ഒരു ക്വസ്റ്റ്യൻ ആൻസർ. പക്ഷേ ഇത് എന്നോട് മാത്രമായിട്ടുള്ളതല്ല. ചാറ്റ് ജി പി ടി ഒരു ടോപ്പിക് വന്നിട്ട് നമ്മളാണ് ചർച്ച ചെയ്യുന്നത്. നിങ്ങൾക്കും ഒരുപാട് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ഒരുപാട് വീഡിയോസ് ഇങ്ങനെ കണ്ട് ഇങ്ങനെ പോകാറുണ്ട് യൂട്യൂബിലും ഇൻസ്റ്റാഗ്രാമിലൊക്കെ. പക്ഷേ നമുക്ക് ഉപകാരമുള്ള വീഡിയോസ് ഏതാണെന്നുള്ളത് നമ്മളാണ് തീരുമാനിക്കേണ്ടത്. അങ്ങനെ കുറച്ച് ഉപകാരമുള്ള കാര്യങ്ങളെക്കുറിച്ചിട്ട് പ്രൊഡക്റ്റീവായിട്ടുള്ള കുറച്ച് കാര്യങ്ങളെ കുറിച്ചിട്ടാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ തുടങ്ങാം. അപ്പോൾ ആദ്യത്തെ ടോപ്പിക് ഇന്ന് ചാറ്റ് ജി പി ടി കാര്യങ്ങളൊക്കെ ഞാൻ ചാറ്റ് ജി പി ടി പറഞ്ഞു കൊടുത്തത് നമ്മളിങ്ങനെ തുടങ്ങുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട്. ചാറ്റ് ജി പി ടി ഇന്ന് ഫസ്റ്റ് എന്താ പറഞ്ഞാറ്? ഹൗ ടു ബിൽഡ് വെൽത്ത് ഇൻ യുവർ 20s, ദ റിയൽ ഗെയിം നോബഡി ടോക്സ് അബൌട്ട്. അതായത് 20s തന്നെ എങ്ങനെയാണ് വെൽത്ത് ക്രിയേറ്റ് ചെയ്യുക. അപ്പം നമ്മുടെ സമൂഹത്തിനെ സംബന്ധിച്ചിടത്തോളം ഒരു 10-18 വയസ്സാകുമ്പോഴത്തേനും പ്ലസ് ടു കഴിഞ്ഞാൽ മിക്ക ബോയ്സിനും ഇപ്പോൾ ഏറെക്കുറെ ഗേൾസിനും വന്നു തുടങ്ങിയിട്ടുള്ള ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ എങ്ങനെയെങ്കിലുമൊക്കെ പൈസ ഉണ്ടാക്കണം. അതിന് മാർക്കറ്റിൽ അത് മുതലാക്കാനായിട്ട് മാർക്കറ്റിൽ ഒരുപാട് ടീമുണ്ട്. അത് വേറെ കാര്യം. അതുപോലെ തന്നെ നമ്മൾ നമ്മളെ സ്കില്ല് ഏതാണ് അല്ലെങ്കിൽ നമ്മളെ റൂട്ട് ഏതാണെന്നുള്ളതൊന്നും ചിലപ്പോൾ അത്രത്തോളം ക്ലാരിറ്റി ചിലപ്പോൾ കിട്ടില്ല. ഒരു 3 വർഷം ഡിഗ്രിയോ അല്ലെങ്കിൽ ഏതെങ്കിലുമൊക്കെ എടുത്ത് കഴിഞ്ഞ് പുറത്തേക്ക് വന്നതിന് ശേഷമായിരിക്കും നമുക്ക് തോന്നുക ഇതല്ലല്ലോ പടച്ചോനെ എൻ്റെ റൂട്ട് എന്നുള്ളതൊക്കെ. അപ്പം ഒരുപാട് വെൽത്ത് ക്രിയേഷൻ എന്ന് പറഞ്ഞത് നമ്മുടെ ഒരു അൾട്ടിമേറ്റ് ഗോളാണ്. എന്തായാലും ഓഫ് കോഴ്സ് നമുക്ക് എല്ലാ കാര്യങ്ങളും നടന്നു പോകണമെന്നുണ്ടെങ്കിൽ ഇപ്പം നമ്മൾ എത്ര ഇമ്പോർട്ടൻ്റ് ആണ് ഹെൽത്ത് പറയുകയാണെന്നുണ്ടെങ്കിലും ആ ഹെൽത്ത് പോലും കിട്ടണമെന്നുണ്ടെങ്കിൽ അത്യാവശ്യത്തിന് വെൽത്ത് കയ്യിലുണ്ടാവണം, മണി കയ്യിലുണ്ടാവണം. അപ്പം എന്തുകൊണ്ടാണ് എങ്ങനെയാണ് 20s തന്നെ നമുക്ക് വെൽത്ത് ക്രിയേറ്റ് ചെയ്യാം എന്നുള്ളതിനെ കുറിച്ച് നോക്കാം. അപ്പോൾ ആദ്യത്തെ ക്വസ്റ്റ്യൻ ചാറ്റ് ജി പി ടി ചോദിക്കുന്നത്, വാട്ട് ഡസ് വെൽത്ത് ആക്ച്വലി മീൻസ് ഫോർ സമൺ ഇൻ ദെയർ 20s. അതായത് 20-ആം വയസ്സാകുമ്പം എന്താണ് സത്യത്തിൽ വെൽത്ത് എന്ന് പറയുന്നത്. അപ്പോൾ നേരത്തെ പറഞ്ഞതൊരു മണി മാത്രമാണ് വെൽത്ത്. ഒരുപാട് കാര്യങ്ങൾ സത്യത്തിൽ നമ്മളൊരു സൊസൈറ്റിയിൽ നമുക്ക് നേരിടുന്ന ചില പ്രശ്നങ്ങളുണ്ട്. ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ വിചാരിക്കും നമ്മളിപ്പോൾ ഒരു ഔട്ട് ഓഫ് ഇപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം തന്നെ ഞാൻ സ്റ്റാർട്ടപ്പ് തുടങ്ങുക എന്നൊക്കെ പറയുമ്പം അതിൻ്റെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇപ്പം നമ്മളൊരു മിഡിൽ ക്ലാസ് ഫാമിലിയിൽ വരുന്ന ആളാകുമ്പം മിഡിൽ ക്ലാസ്സിൽ നിന്ന് ആളുകൾക്ക് നന്നായിട്ട് മനസ്സിലാവുക കാര്യം നമ്മൾ അതിൽ നിന്ന് പുറത്ത് ചാടാൻ നോക്കുമായിരിക്കും. അതായത് ഒരു കംഫർട്ട് സോണിൽ നിന്ന് പുറത്ത് ചാടാൻ നോക്കുന്നതായിരിക്കും. അതായത് ഒരു ജോലി അല്ലെങ്കിൽ ജോലി കുറ്റം പറയല്ലോ കേട്ടോ, ഇറ്റ്സ് ഇമ്പോർട്ടൻറ്റ്. ചില ആളുകൾക്ക് എല്ലാവർക്കും പറ്റിയതല്ല ബിസിനസ് അല്ലെങ്കിൽ സ്റ്റാർട്ടപ്പ് ഓണ്ടർപ്രണർഷിപ്പ് എന്നൊക്കെ പറഞ്ഞാൽ എല്ലാവർക്കും പറ്റിയൊരു സാധനമൊന്നുമല്ല. അപ്പം ചില ആൾക്കാർക്കെങ്കിലും അത് തോന്നും. അതായത് 100-ൽ 1-2 ആളുകൾക്കോ ഒക്കെ ആയിരിക്കും ഈ ബിസിനസ് എന്ന് പറഞ്ഞൊരു മൈൻഡ് സെറ്റൊക്കെ വരിക. അപ്പം അങ്ങനെ ഒരു സാധനത്തിലേക്ക് തിരിയുന്ന സമയത്ത് ഫാമിലിയിൽ നിന്നൊരു സപ്പോർട്ട് എന്ന് പറഞ്ഞാൽ അത് കിട്ടാൻ സാധ്യത വളരെ കുറവാണ്. കാരണം നമ്മളാ ഫാമിലിയൊക്കെ ചിലപ്പോൾ 98% പെട്ട ആൾക്കാരായിരിക്കും. അതായത് ഒരു ജോലി എന്നൊക്കെ പറഞ്ഞ് കുടുംബം എന്നൊക്കെ പറഞ്ഞ് പോകുന്ന ആൾക്കാർ. അപ്പം അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. അതും സത്യത്തിൽ വെൽത്തിൻ്റെ ഒരു ഭാഗമാണ്. അതായത് നമുക്കൊരു കിട്ടുന്ന ഫ്രീഡം അല്ലെങ്കിൽ ചോയ്സസ്, നമ്മളെ മേലിലുള്ള കൺട്രോള്, നമ്മളെ സറൗണ്ടിങ്സ്, ഈവൻ ഫ്രണ്ട്സ് ആണെങ്കിൽ പോലും നമ്മൾ ആ ഒരു ലെവലിലേക്ക് ആലോചിക്കുന്ന ഫ്രണ്ട്സൊന്നും ചിലപ്പോൾ നമ്മളെ കൂട്ടത്തിൽ ഉണ്ടായിക്കോളണമെന്ന് നിർബന്ധമൊന്നുമില്ല. അപ്പം നമുക്ക് കിട്ടുന്ന ഓപ്പർച്യൂണിറ്റീസിനെ ഏറ്റവും നല്ല രീതിയിൽ നമ്മൾ ഉപയോഗിക്കേണ്ടി വരും ആ സമയത്തൊക്കെ. അപ്പം ഇത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഏർലി 20s എന്നൊക്കെ പറയുമ്പം സാധാരണ ഒരാൾ ബിസിനസ് തുടങ്ങുക എന്നൊക്കെ പറയുമ്പം കുറേ ജോലിയൊക്കെ ചെയ്ത് ഒരു 30, 35, 40 വയസ്സൊക്കെ ആകുമ്പോഴായിരിക്കും ബിസിനസ് ചെയ്യാൻ പോവുക. പക്ഷേ 20-ആം വയസ്സിൽ തന്നെ ബിസിനസ് ചെയ്യണം എന്നൊക്കെ പറയുമ്പം സമൂഹം അല്ലെങ്കിൽ ചുറ്റുപാടും അവന് മേലിലുണ്ടാവുന്ന ഒരു കൺട്രോൾ ഉണ്ടാവും. അത് ബ്രേക്ക് ചെയ്യാന്ന് പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. എന്നെ സംബന്ധിച്ചിടത്തോളം അത് സത്യത്തിൽ നന്നായിട്ടുണ്ടായിട്ടുണ്ട്. ഞാൻ അത് ബ്രേക്ക് ചെയ്ത് മുന്നോട്ട് വരിക എന്ന് പറഞ്ഞാൽ ഭയങ്കര ഡിഫിക്കൽട്ടായിട്ടുള്ളൊരു സിറ്റുവേഷനിലൂടെ ഒക്കെ കടന്നു പോയിട്ടുണ്ട്. സത്യത്തിൽ ഇപ്പോഴും ആ ഒരു സിറ്റുവേഷനിലൂടെ തന്നെയാണ്. കാരണം ഭയങ്കര ബൂമിലേക്ക് നമുക്ക് എത്തിക്കാൻ ഇതുവരെ പറ്റിയിട്ടൊന്നുമില്ല. നമ്മളിങ്ങനെ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരുന്നുണ്ട്. അതുപോലെ തന്നെ അത് ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരിക എന്ന് പറയുമ്പോഴൊക്കെ സമയമെടുക്കും. എന്തായാലും ഒരു ബിസിനസ്സിനെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും പെട്ടെന്ന് കംപ്ലീറ്റ് ചെയ്യുക അല്ലെങ്കിൽ പെട്ടെന്ന് ശരിയാവുക എന്ന് പറഞ്ഞാലൊന്നും നടക്കുന്ന കാര്യമില്ല. എന്താ നിങ്ങൾക്ക് തോന്നണം? നിങ്ങൾക്കും അതേപോലെ തന്നെയാണോ? പറയാം.
അടുത്ത് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Why do most people in their 20s stay broken even though they have more opportunities than ever? അതൊരു പ്രശ്നമാണ്. ഇപ്പം നമ്മൾ ഇപ്പോൾ ഇങ്ങനെ പറയുകയാണെന്നുണ്ടെങ്കിൽ എന്നെ സംബന്ധിച്ചിടത്തോളം ഇത് സത്യത്തിൽ ഞാൻ ഈ ക്വസ്റ്റ്യൻ വായിക്കുന്ന പറഞ്ഞാൽ ChatGPT എന്നോട് ചോദ്യം ചോദിക്കുന്ന പോലെയാണ്. ആ ചോദ്യം സത്യത്തിൽ നിങ്ങളോടും കൂടിയുള്ള ചോദ്യമാണ്. നിങ്ങൾക്കും സത്യത്തിൽ അതിനൊരു ആൻസർ പറയാം. ഞാൻ ആൻസർ പറയുന്ന പോലെ തന്നെ എൻ്റെ ആൻസർ ഫുൾ ശരിയാവണമെന്നൊന്നുമില്ല. ഞാൻ എൻ്റെ ലൈഫുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടായിരിക്കും ഞാനൊരു ആൻസർ പറയാം. പക്ഷെ നിങ്ങളെ ലൈഫുമായിട്ട് നിങ്ങൾക്ക് എങ്ങനെയാണ് ആ ഓരോ ക്വസ്റ്റ്യൻസും ബന്ധപ്പെട്ടിരിക്കുന്നത് എന്നുള്ളത് നിങ്ങൾ പറയണം. ഓക്കെ, ചാറ്റിൽ പറയാം. അപ്പം കൂടുതൽ ആൾക്കാരും എന്തുകൊണ്ടാണ് ബ്രോക്കൺ ആയിട്ടുള്ളത്? എൻ്റെ ഒരു ചുറ്റുപാടുള്ളത് വെച്ചിട്ടായിരിക്കും ഞാൻ പറയാം. ഈ 20സിലും ഇപ്പം നമ്മുടെ സറൗണ്ടിങ്സിൽ എന്ന് പറഞ്ഞാൽ കൂടുതൽ ആൾക്കാരും അത്യാവശ്യം നല്ല രീതിയിൽ പഠിക്കുക, ആവശ്യത്തിന് പഠിത്തം മുന്നോട്ട് കൊണ്ടുപോകുക എന്നുള്ളതാണ് മെയിനായിട്ടും നോക്കിയിട്ടുള്ളത്. ഞാൻ മാത്രമാണ് എനിക്ക് തോന്നുന്നത് അതിൽ നിന്ന് ഡീവിയേറ്റ് ചെയ്തിട്ട് ഈ ബിസിനസ് ഓൺട്രപ്രണർഷിപ്പ് എന്നുള്ള രീതിയിലേക്ക് വന്നത്. ഒന്നാമത്തെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇപ്പം ഈ 20സിൽ ബ്രോക്കറാണെന്ന് പറഞ്ഞാൽ 20 to 30 ആ ഏജിൽ നമ്മൾ എടുക്കുന്ന ഡിസിഷൻസ് അല്ലെങ്കിൽ നമ്മൾ മുന്നോട്ട് വെക്കുന്ന ഓരോ ചുവടുകളും ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. പലപ്പോഴും പല ആളുകൾക്കും അതിൽ പിഴവ് സംഭവിക്കാറുണ്ട്. റിയാലിറ്റിയാണ്. കാരണം പലപ്പോഴും എനിക്ക് തന്നെ തോന്നിയിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ ഞാൻ എടുക്കുന്ന ഇപ്പോൾ ബിസിനസ് ആണെങ്കിലും ഇത്ര നേരത്തെ എടുക്കേണ്ട ആവശ്യമുണ്ടോ? ചില സമയത്ത് ഭയങ്കര കോൺഫിഡൻ്റ് എടുക്കും. പക്ഷെ ചുറ്റുപാടിൽ നിന്നും ഒരു സപ്പോർട്ട് കിട്ടാത്ത സമയത്ത് നമുക്ക് തോന്നുന്നൊരു കാര്യമുണ്ട്, ഇതും സത്യത്തിൽ റൈറ്റ് റൂട്ടാണോ എന്നുള്ളതൊക്കെ. അപ്പം നമ്മളത് ഓരോരുത്തരും ഇതേപോലെ തന്നെയാണ് ഏത് ഡിസിഷൻ എടുക്കുകയാണെങ്കിലും. പിന്നെ വേറൊരു കാര്യം എന്താ വെച്ചാൽ പലരും ഞാൻ കണ്ടിട്ടുള്ളൊരു പ്രശ്നം എന്താ വെച്ചാൽ പഠിച്ചതിപ്പോൾ കുറച്ച് മുന്നേ ഞാനൊരു ന്യൂസ് കണ്ടിരുന്നു. കേരളത്തിൽ അൺഎംപ്ലോയ്മെൻറ്റ് ഭയങ്കരമായിട്ട് കൂടുതലാണ്. ജോലിയില്ലായ്മ, ഇത്രയും ലിറ്ററസി, ഇത്രയും എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ആൾക്കാർ. ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മളൊരു 100 ആൾക്കാർ എടുക്കുകയാണെങ്കിൽ അതിൽ ഒരു ഡിഗ്രി കഴിയുന്ന ആൾക്കാരെന്ന് പറഞ്ഞാൽ 70% ആൾക്കാരും അല്ലെങ്കിൽ അത്രത്തോളം തന്നെ ആൾക്കാരും ഡിഗ്രി അല്ലെങ്കിൽ ഒരു എന്താ പറയുക ഏതെങ്കിലും ഒരു നല്ലൊരു പ്രൊഫഷണൽ കോഴ്സുകളോ ഒക്കെ എടുക്കുന്ന ആളുകളായിരിക്കും. പക്ഷേ എന്നാൽ കൂടി എന്താ പറയുക ഒരു ജോലി എന്ന് പറയുന്നത് കിട്ടാൻ ഭയങ്കര പാടായിട്ട് ആൾക്കാർക്ക്, ചെക്കന്മാർക്കൊക്കെ തോന്നിയിട്ടുണ്ട്. അതിനുള്ള മെയിൻ റീസൺ എന്താണെന്ന് വെച്ചാൽ ഒന്ന് എനിക്ക് തോന്നിയിട്ടുള്ളത് ഇവർ ഷിഫ്റ്റ് ചെയ്യാൻ ഭയങ്കര, ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ 3 വർഷത്തെ ഡിഗ്രി കഴിഞ്ഞിട്ട് എൻ്റെ ഫീൽഡ് ഇതല്ല എന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ അപ്പോൾ ഷിഫ്റ്റ് ചെയ്യാൻ ആളുകൾ ഭയങ്കരമായിട്ട് തയ്യാറാവണില്ല. കാരണം ഞാൻ ഇത്രയും കാലം പഠിച്ചല്ലേ, അതുകൊണ്ട് ഇതിൽ തന്നെ ജോലി കിട്ടണം എന്ന് വാശി പിടിക്കുന്നു. കാരണം ഇൻഡസ്ട്രിയിൽ ജോലി ഇല്ലാത്തൊരവസ്ഥ സത്യത്തിലില്ല. കാരണം അത്രത്തോളം പുതിയ സ്റ്റാർട്ടപ്പുകളാണെങ്കിലും ബിസിനസ്സുകളാണെങ്കിലും അല്ലെങ്കിൽ എന്താ പറയുക നല്ല ഓപ്പർച്യൂണിറ്റീസ് ആണെങ്കിലൊക്കെ വരുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഇല്ലയെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ലിങ്ക്ഡിനും അതേപോലെ തന്നെ നൗക്കറിയൊന്നും നിലനിൽക്കില്ലല്ലോ. അതൊക്കെ ഉണ്ടായതുകൊണ്ട്, അത്രയും ജോലി അവസരങ്ങൾ ഉണ്ടായതുകൊണ്ടാണ് ഇതൊക്കെ നിലനിൽക്കുന്നത്. അപ്പോൾ സത്യത്തിൽ ജോലി എടുക്കാൻ 1-2 കാരണത്തിലുള്ള ഒരു കാരണമാണിത്. കരിയർ ഷിഫ്റ്റ് ചെയ്യാൻ ഭയങ്കരമായിട്ട് ഇതാകുന്നത്. അതായത് ഈവൺ ഒരു ഫസ്റ്റ് ഇയർ സെക്കൻഡ് ഇയർ ആകുമ്പോൾ തന്നെ ആളുകൾക്ക് മനസ്സിലാവും ഈ കോഴ്സ് എടുത്തത് എൻ്റെ ഫീൽഡ് അല്ലാന്ന്. പക്ഷേ എടുത്ത കോഴ്സല്ലേ, ഒരു വർഷം കൂടി കഴിഞ്ഞാൽ ഒരു സർട്ടിഫിക്കറ്റ് കയ്യിൽ കിട്ടും. സ്കില്ലുണ്ടോയെന്നൊന്നും ആളുകൾ നോക്കണില്ല. ആ കഴിഞ്ഞിട്ട് 3 കൊല്ലം, അപ്പോൾ ആ 3 കൊല്ലമാണ് പോയി കിട്ടും. പിന്നെ ഇവർ എന്ത് ചെയ്യുന്നതെന്ന് വെച്ചാൽ ആ കരിയർ തന്നെ കണ്ടിന്യൂ ചെയ്യാനായിരിക്കും മാക്സിമം ശ്രമിക്കുക. ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരു എഞ്ചിനീയറിംഗ് എടുത്താണെന്നുണ്ടെങ്കിൽ ആ എഞ്ചിനീയറിംഗ് തന്നെ തുടരണം എന്നുള്ള, ഇപ്പോൾ എൻ്റെ 1-2 ചങ്ങായിമാരുണ്ട്. അപ്പോൾ എഞ്ചിനീയറിംഗ് എടുത്തതുകൊണ്ട് ആ എഞ്ചിനീയറിംഗ് തന്നെ തുടരണം എന്നുള്ളത്, അല്ലെങ്കിൽ അതിൽ തന്നെ ജോലി കിട്ടണം, ബാക്കിയുള്ള ഇതിലേക്ക് ഷിഫ്റ്റ് ചെയ്യാന്ന് പറഞ്ഞത് ഭയങ്കര പാടായിട്ട് തോന്നുന്ന ആളുകൾ. ഒന്നാമത്തെ വിഷയം നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ ഏത് അവസ്ഥയിലും ഫ്ലെക്സിബിൾ ആവാൻ നമ്മൾ മാക്സിമം ശ്രമിക്കുക എന്നുള്ളതാണ്. അല്ലാഞ്ഞാൽ ഇറ്റ്സ് ടു ടഫ്. കാരണം അങ്ങനെയുള്ളൊരു ഇൻഡസ്ട്രിയാണ് ഇപ്പോൾ നിലവിലുള്ളത്. കാരണം എഐയും കൂടി വന്ന സമയത്ത് നമുക്ക് ഏതാ ജോലി എന്നുള്ളത് പറയാൻ പറ്റില്ല. നമ്മളെ ജോലി ചിലപ്പം നമ്മൾ മെക്കാനിക്കൽ ഫീൽഡിലുള്ള ഒരാളാണെന്നുള്ളത് പെട്ടെന്ന് ചിലപ്പോൾ IT ഫീൽഡിലേക്കായിരിക്കും ചിലപ്പോൾ മാറേണ്ടി വരിക. അങ്ങനെ എന്തെങ്കിലുമൊക്കെ സംഭവങ്ങൾ പെട്ടെന്ന് വരാം. പിന്നെ രണ്ടാമത്തെ ഒരു കാരണം എന്താണെന്ന് വെച്ചാൽ ഒരു സ്കില്ലുള്ള കോഴ്സായിരിക്കില്ല മിക്കവാറും എടുക്കുക. അല്ലെങ്കിൽ എടുക്കുന്ന കോഴ്സിൻ്റെ കൂടെ ഒരു സ്കില്ല് അപ്ഡേറ്റ് ചെയ്യാനോ ആരും നോക്കാറില്ല. ഇപ്പോൾ ഈവൺ ഒരു ഞാനിപ്പോൾ കമ്പ്യൂട്ടർ സയൻസിനെ സംബന്ധിച്ചിടത്തോളം എന്ന് പറഞ്ഞാൽ എന്തായാലും നമ്മൾ
കോഡിങ് കൂട്ടത്തിൽ പഠിക്കും. പക്ഷെ ബാക്കിയുള്ള ബ്രാഞ്ചിനെ സംബന്ധിച്ചിടത്തോളം മെക്കാനിക്കൽ ആണെങ്കിലും ഇലക്ട്രിക് ആണെങ്കിലും ഇവർ വേറെ കോഴ്സുകൾ എക്സ്ട്രാ കോഴ്സുകളൊന്നും ഉണ്ടാവില്ല. ഈ ഒരു 4 വർഷത്തെ ഡിഗ്രി കഴിഞ്ഞ് അല്ലെങ്കിൽ ബിടെക് കഴിഞ്ഞ് ഈ പുറത്തോട്ട് വരുമ്പോഴായിരിക്കും ആൾക്കാർക്ക് മനസ്സിലാവുക ഇൻഡസ്ട്രിക്ക് ആവശ്യം സ്കില്ലുള്ള ആളുകളാണ്. അപ്പോൾ കയ്യിലൊരു സ്കില്ലും ഉണ്ടാവില്ല. എക്സ്ട്രാ സ്കില്ല് പിന്നെ 1 വർഷം 2 വർഷമൊക്കെ എടുത്തിട്ട് പഠിച്ചിട്ടായിരിക്കും പിന്നെ ആളുകൾ ജോലിക്ക് പോവുക. അതൊരു വലിയ പ്രശ്നമാണ്. കാരണം ഈവൻ ഡിഗ്രിക്ക് പോകുന്ന 3 വർഷം ഡിഗ്രിക്ക് പോകുന്ന ആൾക്കാർക്ക് പോലും ഇപ്പോൾ പ്ലസ് ടു കഴിഞ്ഞിട്ടുള്ള കുട്ടികളൊക്കെ ഭയങ്കരമായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഏത് കോഴ്സ് ഇപ്പം ഡിഗ്രി ഞാൻ താത്തി പറയല്ല. ഡിഗ്രി എടുക്കുന്നവർക്ക് എടുക്കാം, അല്ലാത്തവർക്ക് ഏതാണെങ്കിലും ഏത് ഫീൽഡിലേക്ക് പോകുകയാണെന്നുണ്ടെങ്കിലും ആ ഫീൽഡിലോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും റിലേറ്റീവ് ഫീൽഡിലുള്ള ഏതെങ്കിലും ഒരു സ്കില്ല് അപ്ഡേറ്റ് ചെയ്ത് വെക്കുക എന്നുള്ളത് ഭയങ്കര ഇമ്പോർട്ടൻ്റാണ്. കാരണം ഇപ്പം ഞാനൊരു കമ്പനി തുടങ്ങുകയെന്ന് വിചാരിച്ചാൽ, അല്ലെങ്കിൽ നിങ്ങളൊരു കമ്പനി തുടങ്ങുകയെന്ന് വിചാരിച്ചാൽ, ആ കമ്പനിയിലേക്ക് നിങ്ങൾ ഒരു എംപ്ലോയിനെ ഹയർ ചെയ്യുന്ന സമയത്ത് അവർക്ക് ഡിഗ്രി ഉണ്ടോ പി ജി ഉണ്ടോ അല്ലെങ്കിൽ കുറേ PhD ഉണ്ടോ എന്നുള്ളത് സർട്ടിഫിക്കറ്റ് ഉണ്ടോ എന്നുള്ളത് നിങ്ങൾ നോക്കില്ല. നിങ്ങൾക്ക് എന്താ വെച്ചാൽ നിങ്ങളെ പണി കമ്പനിയിലെ പണി നടന്നു പോകണം. ആ നടന്നു പോകാനുള്ള സ്കില്ല് അവനുണ്ടോ എന്നുള്ളത് മാത്രമേ നിങ്ങൾ നോക്കുള്ളൂ, വേറെ ഒന്നും നോക്കില്ല. അപ്പോൾ ആ ഒരു ഫീൽഡിൽ ആ ഒരു ഫേസിലേക്ക് നമ്മൾ എത്തണം. അതായത് നമുക്കും സ്കില്ല് വേണം. സ്കില്ലില്ലാഞ്ഞാലും ഒരു കമ്പനി നമ്മൾ എഗ്രി ചെയ്യില്ല. അതാണ് വിഷയം. അപ്പോൾ നമ്മൾ അവിടെ പഠിച്ചിട്ട് ഇവിടെ പഠിച്ചിട്ട് ഡിഗ്രി അല്ല കുറേ സർട്ടിഫിക്കറ്റ് ഉണ്ട് എന്നുള്ളതൊന്നും ഡസൻറ്റ് മാറ്റർ. സ്കിൽ അൾട്ടിമേറ്റ്, എല്ലാത്തിനും അൾട്ടിമേറ്റ് ആണ് സ്കില്ല് നിർബന്ധമാണ്. ഓക്കെ, അപ്പം അടുത്ത ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ ബിഗ്ഗസ്റ്റ് മണി മിസ്റ്റേക്ക് യു തിങ്ക് യുവർ യങ് പീപ്പിൾ മേക്ക് ആൻഡ് വാട്ട് ഈസ് ദ സ്മാർട്ടസ്റ്റ് അൾട്ടർനേറ്റീവ്? മണി മിസ്റ്റേക്ക് അത് സത്യം പറഞ്ഞാൽ വലിയൊരു വിഷയമാണ്. നമ്മൾ ചെറുപ്പക്കാർ പൈസ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഒന്നാമത്തെ വിഷയം എന്താ വെച്ചാൽ അതിനുള്ള അറിവില്ല എന്നുള്ളതാണ്. ഈ ഫിനാൻഷ്യൽ ലിറ്ററസി എന്ന് പറഞ്ഞ സാധനം ഇത് ഒരു ഏത് ലെവലുള്ള ആളാണെങ്കിലും, ഇപ്പോൾ ഒരു എംപ്ലോയി ആണെന്നുണ്ടെങ്കിലും സ്റ്റാർട്ടപ്പ് ഓണർ ആണെന്നുണ്ടെങ്കിലും അല്ലെങ്കിൽ ഒരു കമ്പനി റൺ ചെയ്യുന്ന ഒരാളാണെങ്കിലും ഏത് ആളാണെന്നുണ്ടെങ്കിലും അൾട്ടിമേറ്റ് എന്ന് പറഞ്ഞാൽ ഫൈനാൻഷ്യൽ ലിറ്ററസി, അതായത് പണം എങ്ങനെ ചിലവഴിക്കണം, എങ്ങനെ വരണം, എങ്ങനെ ഇതാക്കണം എന്നുള്ളതിനെ കുറിച്ചിട്ട് ഒരു ധാരണ ഇല്ലാതെ, ഇതാണ് സത്യത്തിൽ ഒരു മിഡിൽ ക്ലാസ് മാനെയും അല്ലെങ്കിൽ ഒരു ഹൈ ക്ലാസ് മാനെയും റിച്ച് മാനും ഒരു മിഡിൽ ക്ലാസ് മാനും എങ്ങനെയാണ് തരംതിരിക്കണമെന്ന് ഒറ്റ വാക്കിൽ പറഞ്ഞാൽ ഫൈനാൻഷ്യൽ ലിറ്ററസീൻ്റെ കുറവാണെന്നാണ് ഞാൻ പറയാം. കാരണം ഫൈനാൻഷ്യൽ ലിറ്ററസി എന്ന് പറഞ്ഞാൽ ഇപ്പം നമുക്ക് നമ്മളെ കയ്യിലുള്ള പൈസ എങ്ങനെയാണ് നമ്മൾ ചിലവാക്കുന്നത്. മിഡിൽ ക്ലാസ് മെൻറ്റാലിറ്റിയിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആദ്യം കാര്യങ്ങളെല്ലാം ചിലവാക്കി എനിക്ക് ഈ ഒരു ഐഡിയ കിട്ടുന്ന എപ്പോഴാണെന്നല്ലോ, ഈ റിച്ച് ഡാഡ് പുവർ ഡാഡ് ഉണ്ടല്ലോ, എൻ്റെ ആദ്യത്തെ സത്യത്തിൽ ഫൈനാൻഷ്യൽ എഡ്യൂക്കേഷൻ കിട്ടിയൊരു ബുക്കാണ് റിച്ച് ഡാഡ് പുവർ ഡാഡ്. വായിക്കണം എന്ന് നിർബന്ധമായിട്ട് ഞാൻ എല്ലാവരോടും പറയുന്നത്. കാരണം എന്താണെന്നറിയോ, ഞാൻ കഴിഞ്ഞ കൊല്ലമാണ് ഈ ബുക്ക് വായിക്കുന്നത്, 1 കൊല്ലം മുന്നേ. പക്ഷേ അതിന് 2 കൊല്ലം മുന്നേ എൻ്റെ ഫ്രണ്ടിൻ്റെ കയ്യിൽ ഈ ഒരു ബുക്ക് ഉണ്ടായിരുന്നു. എന്നിട്ട് അവൻ എന്നോട് പറഞ്ഞു, റിച്ച് ഡാഡ് പുവർ ഡാഡ് നല്ല ബുക്കാണ്, നല്ല റിവ്യൂ ഉള്ള ബുക്കാണ്, ഒരുപാട് പേര് വായിച്ച ബുക്കാണ്, എനിക്ക് വേണമെന്ന് ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞെന്താ അറിയോ, ഞാൻ ഓൾറെഡി ആ ഒരു സമയത്ത് തന്നെ ബിസിനസ് മൈൻഡും ബിസിനസ് ചെയ്യണം എന്നുള്ളതും ഒരുതരം കുറേ കാര്യങ്ങൾ റിസർച്ച് ചെയ്യലൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഞാൻ വിചാരിക്കുന്നത് വെച്ചാൽ ഞാൻ ഏതായാലും ബിസിനസ്സിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്ന ഒരാളാണല്ലോ. അപ്പം എൻ്റെ മെൻറ്റാലിറ്റി അതാണ്. അതായത് അതിലിപ്പോൾ അതല്ലേ പറയുള്ളൂ, ഒരു എന്താ പറയുക, പൈസ ഉണ്ടാക്കണം അല്ലെങ്കിൽ ബിസിനസ് ചെയ്യണം എന്നുള്ള രീതിയിലേ പറയുള്ളൂ എന്നാണ്. ഞാൻ ബിസിനസ്സിനെയാണ് സത്യത്തിൽ ഫൈനാൻഷ്യൽ ലിറ്ററസി ആയിട്ട് കണക്ട് ചെയ്തത്. സത്യത്തിൽ ഫൈനാൻഷ്യൽ ലിറ്ററസി അതേയല്ല. പിന്നെ അപ്പം ഞാൻ എന്നിട്ട് ആ 2 കൊല്ലം മുന്നേ ഞാനത് വായിച്ചില്ല. എൻ്റെ ഏറ്റവും വലിയ ഫൈനാൻഷ്യൽ ലിറ്ററസി എനിക്ക് പറ്റിയ ഏറ്റവും വലിയൊരു മിസ്റ്റേക്ക് എന്ന് പറഞ്ഞാൽ ആ ബുക്ക് ഞാൻ നേരത്തെ വായിച്ചില്ല എന്നുള്ളതാണ്. അതിന് ശേഷം ഞാൻ ഈ 1 കൊല്ലം കഴിഞ്ഞ 1 കൊല്ലം മുന്നേ ഞാൻ ആ ബുക്ക് വായിക്കാൻ തുടങ്ങിയ സമയം മുതൽ ആകെ റിഗ്രറ്റ് അടിച്ചു. കാരണം കുറഞ്ഞ പേജ്, ആദ്യത്തെ കുറച്ച് ഭാഗം ഭയങ്കര ബോറിംഗാണ്. അദ്ദേഹത്തിൻ്റെ കുറച്ച് സ്റ്റോറീസും ഈ കഥ എഴുതാൻ കാരണമായിട്ടുള്ള 1-2 ആൾക്കാരുടെ സ്റ്റോറീസൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല. അപ്പോൾ അതൊക്കെ ബോറിംഗാണ്. അതൊക്കെ ഞാൻ പതുക്കെ പതുക്കെ വായിച്ച് അദ്ദേഹത്തിൻ്റെ സ്റ്റോറി കുറച്ചാണ്ട് എത്തിയ സമയത്ത് പിന്നെ ഞാനത് കംപ്ലീറ്റ് ചെയ്യാണ്ട് വേറെ പണിക്ക് നിന്നില്ല. ഒന്നാമത്തെ കാര്യം വെച്ചാൽ ഓരോ പേജ് വായിക്കുമ്പോൾ റിഗ്രറ്റ് അടിക്കുക. കാരണം ഇത് നേരത്തെ വായിക്കേണ്ടായിരുന്നു. അങ്ങനെ അത് വായിച്ചു തീർത്തു. അപ്പോൾ ആ ഒരു ബുക്കിലുള്ള മാറ്റർ എന്ന് പറഞ്ഞാൽ, അതും ഒറ്റ വാക്കിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ എന്താണ് ലയബിലിറ്റി, എന്താണ് അസറ്റ്, ഈ 2 സാധനങ്ങൾ തമ്മിലുള്ള ഡിഫറൻസ് അത് അന്നാണ് കറക്റ്റ് മനസ്സിലായത്. ആ ബുക്ക് വായിച്ചപ്പോഴാണ് കറക്റ്റ് മനസ്സിലായത്. മസ്റ്റ് റീഡാണ് റിച്ച് ഡാഡ് പുവർ ഡാഡ്, വായിക്കണം നിർബന്ധമായിട്ടും. കാരണം ബിസിനസ് എന്നല്ല, അതിൽ ബിസിനസ് അല്ല പറയുന്നത്, കറക്റ്റ് ഫിനാൻഷ്യൽ ലിറ്ററസി എന്താണെന്നുള്ളതാണ്. എന്താണ് നമ്മൾ പൈസ എങ്ങനെയാണ് ചിലവാക്കേണ്ടത്, പൈസ അസറ്റിലാണോ ലയബിലിറ്റിയിലാണ്, എന്താണ് ലയബിലിറ്റി, എന്താണ് അസറ്റ്. ഒറ്റ വാക്കിൽ പറയുകയാണെങ്കിൽ അസറ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ
നമ്മൾ ആ പൈസ നമ്മളെ കയ്യിലുള്ള പൈസ കൊണ്ട് അസറ്റ് വാങ്ങുകയാണെന്നുണ്ടെങ്കിൽ അസറ്റിൻ്റെ പൈസ കൂടിക്കൊണ്ടിരിക്കും. അതായത് വാങ്ങിയ സാധനത്തിൻ്റെ പൈസ കൂടിക്കൊണ്ടിരിക്കും. അല്ലെങ്കിൽ ഇങ്ങോട്ട് പൈസ തരുന്ന സാധനമാണ് അസറ്റ് എന്ന് പറഞ്ഞാൽ. ലയബിലിറ്റി എന്ന് പറഞ്ഞാൽ നമ്മളൊരു സാധനം വാങ്ങിയാൽ ആ വാങ്ങിയ സാധനത്തിലേക്ക് പിന്നെയും പൈസ ഇട്ട് അതിനെ മെയിൻ്റനൻസ് ചെയ്യേണ്ടി വരുന്ന ഒരു സാധനമാണ് ലയബിലിറ്റി. ഇപ്പോൾ എക്സാമ്പിൾ ആണെങ്കിൽ കാറ്, ബൈക്ക്, വീട്, ഇതൊക്കെ ലയബിലിറ്റിയാണ്. കാരണം എന്താ വെച്ചാൽ നമ്മളത് മെയിൻ്റെനൻസ് ചെയ്യണം. അപ്പോൾ അതിന് നമ്മൾ പൈസ ചിലവാക്കുകയാണ്. അപ്പോൾ അങ്ങോട്ട് ബേൺ ചെയ്യുന്നതാണ് ലയബിലിറ്റി എന്ന് പറഞ്ഞാൽ. പക്ഷെ അസറ്റ് അങ്ങനെയല്ല. അസറ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ പൈസ ഒരു സ്ഥലത്തേക്ക് ഇട്ടു. എക്സാമ്പിൾ സ്റ്റോക്ക്, അല്ലെങ്കിൽ റിയൽ എസ്റ്റേറ്റ്, അല്ലെങ്കിൽ ഒരു ഫ്രണ്ടിന് ബിസിനസ് ചെയ്യാൻ കൊടുക്കുക. അവിടെയൊക്കെ എന്ന് പറഞ്ഞാൽ ആ പൈസ പോയിട്ട് പിന്നെയും ഗ്രോ ചെയ്യാണ്. അതാണ് പൈസ കൊണ്ട് പൈസ ഉണ്ടാക്കുകയാണ്. അങ്ങനെ അതിലൊരു വേർഡ് ഉണ്ട്. പക്ഷെ ആദ്യം എനിക്ക് മനസ്സിലായില്ലായിരുന്നു. പൈസ കൊണ്ട് പൈസ, എൻ്റെ പൈസ കൊണ്ട് പൈസനെ ഉണ്ടാക്കിയാന്ന് പറഞ്ഞൊരു സംഭവം. അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പം ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഒരു മിഡിൽ ക്ലാസ് മെൻറ്റാലിറ്റിയുള്ള ഒരാളാണെങ്കിലും, അല്ലെങ്കിൽ ബിസിനസ്സിലേക്ക് ഭയങ്കര താല്പര്യമില്ലാത്ത ഒരാളാണെങ്കിലും ചെയ്യേണ്ട ഏറ്റവും വലിയ ഇമ്പോർട്ടൻ്റ് കാര്യം എന്താണെന്ന് വെച്ചാൽ അസറ്റ് മെയിൻറ്റെയിൻ. കാരണം എന്താ വെച്ചാൽ നമ്മൾ കിട്ടുന്ന പൈസ ഉണ്ടല്ലോ, അത് എപ്പോഴും നിന്ന് പോവാം. ഇപ്പോൾ ഒരു മിഡിൽ ക്ലാസ് ആളെ സംബന്ധിച്ചുള്ള ജോലിയായിരിക്കും ഏറ്റവും കൂടുതൽ പൈസ കിട്ടുന്നൊരു സോഴ്സ്. ജോലി നിന്ന് പോയാൽ ആ ഒരു ചിന്ത മിഡിൽ ക്ലാസ്സിന് ഉണ്ടാകില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രശ്നം. കാരണം അടുത്ത മാസം ഇനിയും കിട്ടും, അടുത്ത മാസം ഇനിയും കിട്ടും. അതുകൊണ്ടാണ് EMIകളൊക്കെ നമ്മൾ ചെയ്യുന്നത്. EMIൻ്റെ ഒരു സൈക്കോളജി അതാണ്. നമ്മുടെ ജോലി, നമുക്കൊരു പെർമനൻറ്റ് ജോലി ഉണ്ട് എന്ന് വിചാരിക്കും. ആ കമ്പനി നമുക്ക് സ്ഥിരമായിട്ട്, ഇപ്പോൾ ഈവൻ ഒരു ഗവൺമെൻറ് ജോലി ആണെങ്കിൽ പോലും അത് കിട്ടുന്നത് മാസം കിട്ടുമല്ലോ എന്നുള്ളൊരു ഒരു കോൺഫിഡൻസ് കൊണ്ടാണ് നമ്മൾ EMI വരെ എടുക്കുന്നത്. അതാണ് ഏറ്റവും വലിയ. EMIയൊക്കെ സത്യത്തിൽ നമ്മൾ എടുക്കുന്ന എല്ലാ സാധനം EMIകളൊക്കെ ലയബിലിറ്റി ആയിരിക്കും. ഇപ്പം ഒരു എക്സാമ്പിൾ ചോദിച്ചാൽ ബാങ്കിലുള്ള ലോണുകളൊക്കെ ലയബിലിറ്റിക്ക് വേണ്ടിയിട്ടായിരിക്കും കൂടുതൽ. ഇപ്പം വ്യവസായങ്ങൾക്കും ഇതിലൊക്കെ ഉണ്ടെങ്കിൽ പോലും ലയബിലിറ്റിക്ക് വേണ്ടിയിട്ടായിരിക്കും കൂടുതലും ലോണുകൾ കൊടുക്കുക. ഇപ്പോൾ കാർ ലോണ്, പിന്നെ ഹൗസ് ലോണ്, ഇതൊക്കെയെന്ന് പറഞ്ഞാൽ നമ്മുടെ പൈസ ചോർന്ന് പോവുകയാണ്. അപ്പം അത് ശ്രദ്ധിക്കണം. ഇതാണ് ഫിനാൻഷ്യൽ ലിറ്ററസി. ഇപ്പോൾ ഒരു ജോലി ചെയ്യുന്ന ഒരാളാണെങ്കിലും ബിസിനസ് ചെയ്യുന്ന ഒരാളാണെങ്കിലും ഇത് നിർബന്ധമായിട്ട് പഠിച്ചിരിക്കണം. ഇത് ബിസിനസ്സല്ല, ഇത് ബിസിനസ്സേ അല്ല. ഫിനാൻഷ്യൽ ലിറ്ററസി എന്ന് പറഞ്ഞാൽ ബിസിനസ് അല്ല. ഓക്കെ, അപ്പം ഒന്നെങ്കിൽ എങ്ങനെയെങ്കിലൊക്കെ ഗെയിൻ ചെയ്യണം. ഒന്നെങ്കിൽ നല്ല നല്ല പോഡ്കാസ്റ്റ് കണ്ടിട്ട്, ഞാൻ ഏറ്റവും കൂടുതൽ പ്രിഫർ ചെയ്യുന്ന കാര്യമാണ് കേട്ടോ, നല്ല പോഡ്കാസ്റ്റ് കാണുക. ഫൈനാൻഷ്യൽ ലിറ്ററസിയായിട്ട് ബന്ധപ്പെട്ടുള്ള, ബിസിനസ്സുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരുപാട് പോഡ്കാസ്റ്റുകളുണ്ട്. അപ്പോൾ നിങ്ങൾക്കൊരു ഐഡിയ കിട്ടും എന്താണ് സൊസൈറ്റി നടക്കുന്നത് എന്നുള്ളത്. രണ്ടാമത്തത് നല്ല ബുക്കുകൾ വായിക്കാം. ഈ റിച്ച് ഡാഡ് പുവർ ഡാഡ് പോലെ ഒരുപാട് ബുക്കുകളുണ്ട്, നല്ല നല്ല ബുക്കുകൾ. ഇത് വായിച്ചാലും ഒരു ഐഡിയ കിട്ടും. ഇത് ഭയങ്കര ഇമ്പോർട്ടൻ്റാണ്. നമ്മൾ എന്താ പറയുക, പഠിത്തം കഴിഞ്ഞ് 30 വയസ്സായി, 40 വയസ്സായി, 50 വയസ്സായി എന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. അറിവുകൾ എപ്പോഴും ഇമ്പോർട്ടൻ്റ് ആണ്. ഏറ്റവും നേരത്തെ ഗെയിൻ ചെയ്യാൻ പറ്റുകയാണെങ്കിൽ ഇറ്റ്സ് പവർഫുൾ. ഓക്കെ, നെക്സ്റ്റ്. If someone earn very little, 0 to 10K a month, how can they practically start with wealth building journey? ഒരു മാസം 10K ഒക്കെ 0 മുതൽ 10K സാലറി ഉള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം എങ്ങനെയാണ് അയാൾ വെൽത്ത് ക്രിയേറ്റ് ചെയ്യാമെന്നാണ് ചോദിക്കുന്നത്. അപ്പം നേരത്തെ പറഞ്ഞതിൻ്റെ ബാക്കിയാണ് സത്യത്തിലുള്ളത്. അപ്പം നേരത്തെ നമ്മൾ പറഞ്ഞ് കുറേ കാര്യങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യണം, അല്ലെങ്കിൽ എന്താ പറയുക, ലയബിലിറ്റി അല്ലാത്ത അസറ്റ് നമ്മൾ ബിൽഡ് ചെയ്യണം, അതേപോലെ ലയബിലിറ്റി കുറക്കണം. ഇതാണ് നേരത്തെ പറഞ്ഞതിൻ്റെ കൺക്ലൂഷൻ. പക്ഷേ നമ്മൾ ചിന്തിക്കുമ്പം മിഡിൽ ക്ലാസ്സിലുള്ള ഒരാളെ ഇപ്പം ഞാൻ ചിന്തിക്കുന്ന സമയത്ത് എന്ന് പറഞ്ഞാൽ എനിക്കതിനെക്കുറിച്ചൊരു ധാരണ ഉണ്ട്, എന്ത് ലയബിലിറ്റി എന്താ അസറ്റ് എന്നുള്ളത്. പക്ഷേ ഇതാദ്യമായിട്ട് കേൾക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ഇവരിതിങ്ങനെ പറയാമെന്നല്ലാതെ എന്താ ചെയ്യേണ്ടി എന്നുള്ളത് പറയില്ല എന്ന് പലർക്കും തോന്നും. അപ്പം ഇനി പറഞ്ഞുതരാം എങ്ങനെയാണ് അസറ്റ് ബിൽഡ് ചെയ്യുക, ലയബിലിറ്റി കുറക്കുക എന്നുള്ളത്. ആദ്യത്തെ കാര്യം ഞാൻ പറഞ്ഞ്, നിങ്ങൾ അറിവ് നന്നായിട്ട് ഗെയിൻ ചെയ്യണം. ഒന്നെങ്കിൽ നല്ല പോഡ്കാസ്റ്റ് കാണണം, അല്ലെങ്കിൽ എന്താ പറയുക, നല്ല ബുക്കുകൾ വായിക്കണം. ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. രണ്ടാമത്തേതെന്ന് പറഞ്ഞാൽ ഇതിനെക്കുറിച്ച് കൂടുതൽ ആൾക്കാർ പറഞ്ഞ കുറേ കാര്യങ്ങളുണ്ടാവും. എങ്ങനെയാണ് പൈസ ജനറേറ്റ് ചെയ്യുക, ഈ ലയബിലിറ്റി, ഇതിനെക്കുറിച്ച് നല്ലൊരു ധാരണ വേണേ. ലയബിലിറ്റി എന്താ അസറ്റ് എന്താ, അത് ഈ ഒന്നാമത്തെ കാര്യത്തിലൂടെ നിങ്ങൾക്ക് മനസ്സിലാവും. ഇനി 10K വരെ സാലറി ഉള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം, 10Kയിൽ കൂടുതൽ സാലറി ഉള്ള ഒരുപാട് പേരുണ്ട്. അപ്പം ഒരു എക്സാമ്പിളാണ് 10K വരെ സാലറി. അതിപ്പോൾ ഒരു മന്ത്ലി കൂലിപ്പണി എടുക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം, അല്ലെങ്കിൽ ഇപ്പോൾ കാറ്ററിങ്ങിനൊക്കെ പോകുന്ന ഒരാളെ ചെക്കനെ സംബന്ധിച്ചിടത്തോളം തന്നെ അവന് കിട്ടും ഒരു ഏകദേശം 10K, 8K to 10K ലെവലിൽ കിട്ടും. അപ്പോൾ എന്താ ചെയ്യേണ്ടത് ഈ പൈസ വെച്ചിട്ട് എന്നുള്ളത്. ആദ്യത്തേത് എന്ന് പറഞ്ഞത് നേരത്തെ പറഞ്ഞത് സെൽഫ് ഇൻവെസ്റ്റ്മെൻ്റ് ആണ്. ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്.
നമ്മൾ സ്കില്ലുകൾ ഗെയിൻ ചെയ്തെടുക്കുക. സെൽഫ് ഇൻവെസ്റ്റ്മെൻറ്റ് എങ്ങനെയാണെന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. അതായത് നമ്മൾ ഇപ്പോൾ ഏറ്റവും ലോ ലെവലിൽ നിന്നാണ് ഞാൻ കാര്യം പറയാം. അപ്പം നിങ്ങൾ അതിൻ്റെ മുകളിലുള്ള ആൾക്കാരൊക്കെ അതിൻ്റെ മുകൾക്ക് അങ്ങനെ ചിന്തിച്ചാൽ മതി. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയണേ, ഒരു കാറ്ററിങ്ങിന് പോകുന്ന ഒരു ബോയിയാണ്. അവന് ദിവസം ഒരു 500 രൂപ കിട്ടും. ബസ് ആ 500 രൂപ സത്യത്തിൽ ഈ റിച്ച് ഡാഡ് പുവർ ഡാഡിന് ആകെ 300 രൂപ ഉള്ളൂ. അപ്പം ആ ഒരു ബുക്ക് വായിക്കുക, അപ്പോൾ അവന് കിട്ടുക. അതാണ് സെൽഫ് ഇൻവെസ്റ്റ്മെൻറ്റ്. ഒന്നാമത്തേത് ഏറ്റവും ലോ ലെവലിലുള്ളത്. പോഡ്കാസ്റ്റുകൾ കാണുക, അതൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നതാണ്. പിന്നെ അടുത്ത ലെവലിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ചെറിയ ചെറിയ സ്കില്ലുകളുണ്ടാവും. ഭയങ്കര എന്താ പറയുക, പോപ്പുലർ ആയിട്ടുള്ള ആളുകൾക്ക് ആവശ്യമുള്ള എഡിറ്റിങ് അല്ലെങ്കിൽ ഡിജിറ്റൽ മാർക്കറ്റിങ്, ഇങ്ങനത്തെ ഒരുപാട് ചെറിയ ചെറിയ ഇപ്പോൾ കോഡിങ് ഇതുപോലത്തെ കോഴ്സുകളുണ്ടാവും. ചെറിയ ചെറിയ കോഴ്സുകൾ കുറഞ്ഞ 2000-3000 രൂപ കൊടുത്തിട്ട് നല്ല നല്ല പ്രൊഡക്റ്റീവായിട്ടുള്ള കോഴ്സുകളാണ് അതൊക്കെ. അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ ഏത് ഫീൽഡിലേക്ക് മാറുന്ന ആണെങ്കിൽ പോലും നിങ്ങൾക്ക് ഇത് ഉപയോഗിച്ചിട്ട് ഒരു സൈഡ് ഇൻകം ഉണ്ടാക്കാൻ പറ്റും. ഒന്നെങ്കിൽ ഫ്രീലാൻസ് വർക്ക് ചെയ്തിട്ടോ, അല്ലാന്നുണ്ടെങ്കിൽ എന്താ പറയുക, ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് നിങ്ങൾക്ക് ഓപ്പൺ ചെയ്ത് തരും. ഒന്നാമത്തെ വിഷയം എന്ന് വെച്ചാൽ, നമ്മൾ ഒരു സ്ഥലത്ത് അല്ലെങ്കിൽ ഒരു സ്കില്ലിൽ അല്ലെങ്കിൽ ഒരു കരിയറിൽ മാത്രം ഒതുങ്ങിക്കൂടാൻ നിൽക്കരുത്. കാരണം ഇപ്പോഴത്തെ ഒന്നാമത്തെ മാർക്കറ്റ് ഭയങ്കര ഫ്ലക്ച്വേറ്റഡ് ആണ്. അതായത് ആളുകൾ ആവശ്യം എന്ന് പറഞ്ഞാൽ ഒരുപാട് മൾട്ടി ടാസ്കിങ് ചെയ്യുന്ന ആളുകളെയാണ് ആവശ്യം. കാരണം ഓൾറെഡി AI ഇവിടെ ഉണ്ട്. അപ്പോൾ അതിനെ റെഗുലേറ്റ് ചെയ്യുക അല്ലെങ്കിൽ അതിനെ കൺട്രോൾ ചെയ്യുക എന്നുള്ള രീതിയിൽ അത്രയും സ്കില്ലുള്ള ആളുകളായിരിക്കും മാർക്കറ്റിൽ ആളുകൾ ചൂസ് ചെയ്യുക. അപ്പോൾ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പം സെൽഫ് ഇൻവെസ്റ്റ്മെൻറ്റ് കഴിഞ്ഞാൽ തന്നെ രണ്ടാമത്തെ സ്റ്റേജ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടും എന്താ പറയുക, ഒരു ഏണിങ് മെത്തേഡുകൾ. ഇപ്പം 10K വരെയുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ബെറ്ററാണ് ഈ സെൽഫ് ഇൻവെസ്റ്റ്മെൻറ്റ്. കാരണം അതിൽ തന്നെ കഴിഞ്ഞല്ലോ. പിന്നെ മുന്നോട്ട് ഉള്ള ആ ഓരോ പടികളെന്ന് പറഞ്ഞാൽ ആ എന്താ പറയുക, ആ സ്കില്ലുകൾ ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് ഈ 10K എന്നുള്ളത് മൾട്ടിപ്ലൈ ചെയ്യാൻ പറ്റും. ഓക്കെ, What's the most powerful, അടുത്ത question, what's the most powerful high income skill a 20-year-old should learn to change their financial life within 2 to 5 years? ഒരു 20 വയസ്സുകാരനെ സംബന്ധിച്ചിടത്തോളം അടുത്തൊരു 5 വർഷത്തിന് വേണ്ടിയിട്ട് ഏത് സ്കില്ലാണ് പഠിക്കേണ്ടതെന്ന് എന്നോട് ചോദിച്ചാൽ ഞാൻ പറയാം ഡിജിറ്റൽ മാർക്കറ്റിംഗ്. അതുപോലെ തന്നെ ഇത് ഡിജിറ്റൽ മാർക്കറ്റിംഗ് പഠിക്കാൻ ഒരു എന്താ പറയുക 1 മന്ത്, മാക്സിമം പോയ 1 മന്ത് നിങ്ങൾക്ക് എടുത്താൽ മതി. ഓൺലൈനിൽ ഒരുപാട് ഇതുകളുണ്ട്. ആദ്യം നിങ്ങൾ റെഫർ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ യൂട്യൂബാണ്. ഇറ്റ്സ് ഫ്രീ, കംപ്ലീറ്റ്ലി ഫ്രീ. അപ്പോൾ യൂട്യൂബിൽ ഒരുപാട് പ്രൊഡക്റ്റീവായിട്ടുള്ള ഈ ഓരോ സ്കില്ലുകളും നോക്കി വെക്കുക. എന്നിട്ട് എന്ത് വെച്ചാൽ, ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു മാസം എന്നൊക്കെ പറഞ്ഞാൽ ആ ഒരു മാസത്തിൽ നിങ്ങൾക്ക് 2-3 സ്കില്ലുകൾ ലേൺ ചെയ്യാം. കാരണം 1 മണിക്കൂർ 2 മണിക്കൂർ 1 മണിക്കൂറൊക്കെ ഇരുന്നാൽ മതി ഒരു ഡിജിറ്റൽ മാർക്കറ്റിങ്ങിനെ സംബന്ധിച്ചിടത്തോളം. അപ്പോൾ ഒരു മാസത്തിൽ 1 മണിക്കൂർ വെച്ചിട്ട് ഡിജിറ്റൽ മാർക്കറ്റിംഗ് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അടുത്ത സ്കില്ലിൽ അതേപോലെ 1 മണിക്കൂർ കൊടുക്കുക. സത്യം പറഞ്ഞാൽ ഈ ഇൻസ്റ്റഗ്രാമൊക്കെ തോണ്ടുന്ന ഇൻസ്റ്റഗ്രാമിൽ ഈ ടൈം മാനേജ്മെൻറ്റ് എന്ന് പറഞ്ഞ സാധനമുണ്ട്. അവിടെ പോയിട്ടൊന്ന് നോക്കിയിട്ട് എത്ര ടൈമാണ് നിങ്ങൾ ഒരു ദിവസം ഉപയോഗിക്കണം എന്നുള്ളത് ഒന്ന് ജസ്റ്റ് പോയി നോക്കുക. സമയമില്ല എന്ന് പറഞ്ഞ ആൾക്കാരോട് പറഞ്ഞ കാര്യം കേട്ടോ. മിക്കവാറും ആവറേജ് 2 to 5 ആയിരിക്കും മിക്കവാറും ആളുകളത്. അപ്പം അത്രയും സമയം നമുക്ക് സ്ക്രോൾ ചെയ്യാനുള്ള സമയമുണ്ട്. പറയുമ്പം ആളുകൾ പറയും അത് റിലാക്സേഷൻ അല്ലേ, അല്ലെങ്കിൽ എന്താ പറയുക കുറച്ച് സമയം ഇതിന് മാറ്റിയേക്കണ്ടേ. അവിടെയുള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാൽ അപ്പോഴത്തേനും ബാക്കിയുള്ള ആളുകൾ ഡോമിനേറ്റ് ചെയ്ത് മുന്നോട്ട് പോകുക എന്നുള്ളതാണ്. അത് കാരണം നമ്മുടെ ഫിനാൻഷ്യൽ പ്ലാനുകൾ ഫുള്ള് തെറ്റും. കാരണം ഏർലി 20s to 20 to 30 ഏജിൽ ഒരു കാരണവശാലും കൂടുതൽ അതുകൊണ്ടാണ് ആളുകൾ ഡിസിപ്ലിൻ വേണം, അല്ലെങ്കിൽ എന്താ പറയുക ഒരു കാര്യത്തിൽ നല്ല രീതിയിൽ ഫോക്കസ് ചെയ്യണം, ഡിസ്ട്രാക്ഷൻസ് ഒക്കെ പരമാവധി ഒഴിവാക്കണം എന്നൊക്കെ പറയുന്ന ഏറ്റവും വലിയ റീസൺ അതാണ്. അപ്പോൾ അത് നോക്കുക. അപ്പം സ്കില്ലുകൾ ഒന്നും ഞാൻ പറഞ്ഞു ഡിജിറ്റൽ മാർക്കറ്റ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം എന്താ വെച്ചാൽ ഡിജിറ്റലി ഒന്നാമത് ബിസിനസ്സുകാർക്ക് എന്താ പറയുക ഒരു പകുതിയിൽ കൂടുതൽ ആൾക്കാരും എന്താ പറയുക മുന്നേ ബിസിനസ് ചെയ്ത ആളുകളായിരിക്കും, വയസ്സായ ആളുകളായിരിക്കും, അല്ലെങ്കിൽ ഡിജിറ്റൽ മാർക്കറ്റിങ്ങിന് ഇതിനെക്കുറിച്ചൊന്നും വലിയ ധാരണ ഇല്ലാത്ത ആളുകളായിരിക്കും. അപ്പോൾ ഇവരൊക്കെ മിക്കവാറും വല്ല കൺസെപ്റ്റ് എന്താ പറയുക അപ്പോൾ നാട്ടിൽ തന്നെ ഉണ്ടാവും. നിങ്ങളുടെ ചുറ്റുപാടുള്ള ആളുകൾ തന്നെ ബിസിനസ് ചെയ്യുന്ന റിലേറ്റീവ്സ് ആരെങ്കിലുമൊക്കെ എന്ന് പറഞ്ഞാൽ വല്ല എന്താ പറയുക ഏജൻസിക്കൊക്കെ പൈസ കൊടുത്തിട്ടായിരിക്കും ഇത് ചെയ്യുക. നിങ്ങൾക്ക് ഈ സ്കില്ല് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫ്രീലാൻസ് ആയിട്ട് നിങ്ങൾക്ക് അവർക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റും. ഒരുപാട് ആൾക്കാർ ക്ലയൻറ്റിനെ കിട്ടുക എന്ന് പറഞ്ഞാൽ ഒരു 100 ക്ലയൻറ്റിനൊന്നും കിട്ടേണ്ട ആവശ്യമില്ല. 1-2 ആളുകൾ തന്നെ കിട്ടിയാൽ നിങ്ങൾക്കുള്ള ആവശ്യത്തിലുള്ള പൈസ കിട്ടും. ഒന്നത്. രണ്ടാമത്തേത് എന്ന് പറഞ്ഞാൽ അതുപോലെ തന്നെ ഡിജിറ്റൽ മാർക്കറ്റ് ഒതുങ്ങിക്കൂടരുത്. രണ്ടാമത്തേത് ഡിസൈനിങ് ഉദ്ദേശിച്ചത് എഡിറ്റിംഗ്, ഡിസൈനിങ്. ഈ ഗ്രാഫിക് ഡിസൈനിങ് ആണെങ്കിലും അതുപോലെ തന്നെ വീഡിയോ എഡിറ്റിംഗ് ആണെങ്കിലും ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. കാരണം കണ്ടൻറ് ക്രിയേഷൻ അതുപോലെ തന്നെ ഈ ഡിജിറ്റൽ മാർക്കറ്റിങ്ങിന് തന്നെ പോസ്റ്റർ മേക്കിങ്, അതിൻ്റെ കണ്ടൻറ് മേക്കിങ്, ഇതൊക്കെ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അതൊക്കെ റിലേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. പിന്നെ അടുത്തതെന്ന് പറഞ്ഞാൽ മൂന്നാമത്തത് ഞാൻ പറയുകയാണെങ്കിൽ കോഡിങ്. ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. കുറച്ച് സമയം നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ കോഡിങ് ഇറ്റ്സ്
നല്ല വേർത്താണ്. കാരണം എന്താ വെച്ചാൽ ഒന്നാമത് എയും കൂടി ഉണ്ടായതുകൊണ്ട് നിങ്ങൾക്ക് അധികം കോഡ് ചെയ്യേണ്ട ആവശ്യമില്ല. നിങ്ങൾക്കൊന്ന് എന്താ പറയുക, അതിനൊന്ന് കോർഡിനേറ്റ് ചെയ്യേണ്ട ആവശ്യം മാത്രമേ ഉള്ളൂ. കുറേ എ ഐ ടൂൾസുകൾ നിങ്ങൾക്ക് ലിറ്ററലി പ്രോംപ്റ്റ് മാത്രം കൊടുത്താൽ മതി. അപ്പോൾ ആ പ്രോംപ്റ്റ് വെച്ചിട്ട് തന്നെ നിങ്ങൾക്ക് ഒരുപാട് വെബ്സൈറ്റുകളും കാര്യങ്ങളും ഉണ്ടാക്കാനൊക്കെ പറ്റും. കോഡിങ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ തന്നെ കോഡിങ് റിലേറ്റ് ചെയ്തിട്ടുള്ള കുറേ കാര്യങ്ങളുണ്ട്. ഇപ്പം ആപ്പ് ഡെവലപ്മെൻറ്റ്, വെബ് ഡെവലപ്മെൻറ്റ്, എത്തിക്കൽ ഹാക്കിങ്, ഇതൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ലിങ്ക് ചെയ്തിട്ടുള്ള കുറേ കാര്യങ്ങളാണ്. അതൊക്കെ പഠിച്ചാൽ അതൊക്കെ നിങ്ങൾ പാർട്ട് ടൈം എന്നുള്ള രീതിയിൽ, ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഡിഗ്രിക്ക് 3 വർഷം ആളുകൾക്ക് പോകാൻ പറ്റും. പക്ഷേ നല്ലൊരു സ്കില്ല് ലേൺ ചെയ്യാൻ ഒരു 6 മാസമോ അല്ലെങ്കിൽ ഒരു വർഷമൊക്കെ ഉപയോഗിക്കുക എന്ന് പറഞ്ഞാൽ അവർക്ക് ഭയങ്കര വലിയ എന്തോ സംഭവം പോലെ. 3 വർഷം വെറുതെ പോയി കളഞ്ഞായിരിക്കും. സത്യം പറഞ്ഞാൽ ഡിഗ്രിക്ക് പോകണ്ടെന്നല്ല ഞാൻ പറഞ്ഞത്. ഈ ഡിഗ്രിക്ക് പോകുന്ന സമയത്ത് തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾ തന്നെ കുറച്ചൊരു ഓർഡർ, ഡിസിപ്ലിനുള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ പ്ലസ് ടു കഴിഞ്ഞ ആളുകൾ പ്രത്യേകം ശ്രദ്ധിക്കുക ഈ കാര്യത്തിലൊക്കെ. ഒരു 6 മാസം വെച്ചിട്ട് 6 മാസത്തിൽ ഒരു സ്കില്ല് ലേൺ ചെയ്യുക എന്നുള്ള ഒരു 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 എന്താ പറയുക, ഒരു ഇത് എടുക്കുക, ഒരു എന്താ പറയുക, ഒരു അജണ്ട പോലെ നിങ്ങളത് നിങ്ങളെ മനസ്സിൽ ഇതാക്കി വെക്കുക. 6 മാസത്തിൽ ഈ ഒരു കോഴ്സ് ഞാൻ അല്ലെങ്കിൽ കംപ്ലീറ്റ് ചെയ്യും. ഡിഗ്രി ഒരു വഴിക്ക് പോയിക്കോട്ടെ. ഡിഗ്രി പോകണം, എനിക്ക് തോന്നുന്നു ഡിഗ്രി പോകുന്ന ആളുകൾക്ക് ഒരുപാട് സമയം എക്സ്ട്രാ കിട്ടും. മിക്കവാറും ആളുകളൊക്കെ പരീക്ഷേൻ്റെ തലേന്നായിരിക്കും പഠിക്കുക. അപ്പോൾ ബാക്കിയുള്ള സമയമൊക്കെ ഒരുപാട് പ്രൊഡക്റ്റീവായിട്ടുള്ള സമയത്തിനായി നിങ്ങൾക്ക് ചിലവഴിക്കാൻ പറ്റും. പിന്നെ ഈ 2-3 കോഴ്സുകൾ ഞാൻ ഭയങ്കര ഇതായിട്ട് പറയും. കാരണം കുറച്ചുകൂടി പഠിക്കാൻ സിമ്പിളും കുറച്ചുകൂടി മാർക്കറ്റിൽ നല്ല ആവശ്യമുള്ള ഒരു സാധനം ആയതുകൊണ്ടാണ്. പക്ക ഡിജിറ്റൽ ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളാണ് ഈ 2-3 സ്കില്ലുകളും. പിന്നെയെന്ന് പറഞ്ഞാൽ ഒരുപാട് കുറച്ചുകൂടി ഈ AI ഏജൻറ്റുകൾ ഉണ്ടാക്കൽ, ഈ N8N, അതുപോലെ തന്നെ make.com, ഇതൊക്കെ കുറച്ചൊന്ന് പഠിച്ചെടുത്താൽ അതും കുറച്ചും ബെറ്ററാണ്. AI ഏജൻറ്റുകളൊക്കെ അതേപോലെ ഒരുപാട് സ്കില്ലുകൾ നിങ്ങൾക്ക് അതുമായിട്ട് ഇങ്ങനെ ഓരോ സ്കില്ലുകൾ ഇങ്ങനെ ലേൺ ചെയ്ത് ഇങ്ങനെ പോകുമ്പോൾ നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും ഇതുമായിട്ട് ബന്ധപ്പെട്ട് വേറെ എന്ത്, അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ. അപ്പം പിന്നെ വേറൊരു കാര്യം എന്താ വെച്ചാൽ, നിങ്ങൾ പഠിക്കുന്ന ആ ടോപ്പിക് ഏതാണോ അല്ലെങ്കിൽ നിങ്ങൾ പഠിക്കുന്ന വിഷയം ഏതാണോ അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരുപാട് സ്കില്ലുകൾ ഉണ്ടാവും. ഇപ്പം ടീച്ചിങ് ഒക്കെ അത് പറ്റും. ഈ ടീച്ചിങ്ങിൻ്റെ ഒക്കെ പ്രത്യേകത വെച്ചാൽ നിങ്ങൾക്ക് ഈ പബ്ലിക് സ്പീക്കിങ്ങും അതുപോലെ തന്നെ ആൾക്കാരായിട്ട് എങ്ങനെ ഇൻട്രാക്ട് ചെയ്യുക എന്നുള്ളതിനൊക്കെ കുറേ ഒരു ധാരണ കിട്ടും. ഇപ്പം പഠിപ്പിക്കുന്ന കുട്ടികളുടെ പാരൻസിനെ നിങ്ങൾ ഹാൻഡിൽ ചെയ്യേണ്ടി വരും, അതുപോലെ കുട്ടികളെ ഹാൻഡിൽ ചെയ്യേണ്ടി വരും. ഇതൊക്കെ നിങ്ങൾക്കൊരു നല്ലൊരു മെച്യൂരിറ്റി നിങ്ങൾക്ക് ഉണ്ടാക്കി തരും. അതുകൊണ്ട് ടീച്ചിങ്ങും ഇറ്റ്സ് വൺ ഓഫ് ദി ബെസ്റ്റാണ്. അപ്പം ഇതൊക്കെ കൂടുതൽ ഫോക്കസ് ചെയ്യാം. മാക്സിമം സ്കില്ല് നിങ്ങൾ കൂട്ടുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. നിങ്ങൾ ഒരുപാട് തിയറി പഠിച്ചു എന്നുള്ളതൊന്നും നിങ്ങൾ എവിടെ യൂസ് ചെയ്യില്ല. നിങ്ങൾ എന്താണോ സ്കില്ല് എങ്ങനെ ലേൺ ചെയ്തോ ആ സ്കില്ലാണ് അൾട്ടിമേറ്റ് നിങ്ങളുടെ കൂടെ ഉണ്ടാവുക. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഷുഡ് എവറി യങ് പേഴ്സൺ ടു ട്രൈ എ ബിസിനസ് അറ്റ് ലീസ്റ്റ് വൺസ്? വൈ ഓർ വൈ നോട്ട്? എല്ലാവരും ബിസിനസ്സിന് ഒരു പ്രാവശ്യമെങ്കിലും ട്രൈ ചെയ്യണമെന്ന് പറഞ്ഞാൽ ഞാൻ ഒറ്റയ്ക്ക് ആൻസർ പറയാമെങ്കിൽ നിർബന്ധമായിട്ട് ചെയ്യണമെന്ന് ഞാൻ പറയാം. കാരണം എന്താണെന്ന് വെച്ചാൽ അത്രയ്ക്കും നമ്മൾ മനസ്സിലാവും നമ്മളൊന്നുമല്ല, ഇത്രയും സ്കിൽഡ് ആയിട്ടുള്ള ആളുകൾ ചുറ്റുപാടുണ്ട്. എന്താണ് സ്കിൽ, ഏതൊക്കെ സ്കിൽ. കാരണം ഒരു ബിസിനസ്മാനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ബിസിനസ്സുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ സർവ്വ കാര്യങ്ങളും അവൻ പഠിക്കേണ്ടി വരും. കാരണം ആദ്യം തന്നെ പൈസ ഉണ്ടായിട്ടായിരിക്കും. അപ്പോൾ ഒരു മിഡിൽ ക്ലാസ് ആളെ സംബന്ധിച്ചിടത്തോളം പറയുകയാണെന്നുണ്ടെങ്കിൽ, ഒരു ഹൈ ക്ലാസ് ആളാണെങ്കിൽ പോലും അവരുടെ മക്കളെ മിക്കവാറും അവർ ചെയ്യുന്നൊരു കാര്യം എന്ന് വെച്ചാൽ ഒരു പൈസയും അവർ ചെയ്യുന്നുണ്ടോയെന്ന് അറിയില്ല, ഒരു പൈസയും കൊടുക്കാണ്ട് ഇവരെ ബിസിനസ് ചെയ്യിപ്പിക്കുക. ആളുകൾ തെറ്റിദ്ധാരണയാണ് പൈസ കുറേ വേണം ബിസിനസ്സിന്. സത്യം പറഞ്ഞാൽ അത് ഏറ്റവും വലിയ മണ്ടത്തരമാണ്. കാരണം കൂടുതൽ പൈസ കയ്യിലുണ്ടായാലും ഏറ്റവും വലിയ വിഷയം എന്താണെന്ന് അറിയോ, ഒരറിവും ഇല്ലാണ്ട് എവിടെയെങ്കിലും കൊണ്ടുപോയിട്ട് ഇൻവെസ്റ്റ് ചെയ്യും, ഫുൾ പൊട്ടിപ്പോകും. ഇതാണ് ഇപ്പം നാട്ടിലൊരു 70% സ്റ്റാർട്ടപ്പും പൂട്ടി പോകാന്നുള്ളതിന് ഏറ്റവും വലിയ റീസൺ എന്താണെന്ന് അറിയാം, ഇവർ എങ്ങനെയാണ് മണി മാനേജ് ചെയ്യേണ്ടതെന്ന് അറിയില്ല, എങ്ങനെയാണ് എന്തൊക്കെ ചെയ്യേണ്ടത്. കാരണം എവിടെയെങ്കിലും കുറച്ച് ഇൻവെസ്റ്റ്മെൻറ്റ് കിട്ടിയിട്ടുണ്ടാവും, റിലേറ്റീവ്സിൽ നിന്നോ അല്ലെങ്കിൽ പാരൻസിൽ നിന്നോ എവിടെയെങ്കിലും. അത് കൊണ്ടുപോയി പൊട്ടിച്ച് തീർക്കും. ഏറ്റവും വലിയ വിഷയമാണിത്. 0 ഇൻവെസ്റ്റ്മെൻറ്റിൽ എങ്ങനെയാണ് തുടങ്ങേണ്ടതെന്നുള്ളത് പഠിക്കുകയാണ് ഏറ്റവും വലിയ കാര്യം. അത് തന്നെ ചിലപ്പോൾ ഒരു 6 മാസം ടു 1 വർഷം എടുക്കും. അത് വലിയൊരു കോഴ്സാണ്. ബാക്കി ഏത് കോഴ്സിനെ സംബന്ധിച്ചിടത്തോളം ഇല്ലാത്തൊരു കുറേ ക്വാളിറ്റീസ് ഈ ബിസിനസ്സിന് വേണം. ഭയങ്കര എനർജറ്റിക് ആവണം, എന്താ പറയുക, ഒരുപാട് കാര്യങ്ങൾ നമ്മൾ പഠിക്കാൻ തയ്യാറാവണം. അതാണ് ഏറ്റവും വലിയ റീസൺ. നമ്മളാണ് ഏറ്റവും വലുത് അല്ലെങ്കിൽ നമ്മളെല്ലാം തികഞ്ഞ ആളാണെന്നുള്ളൊരു ബോധം ഉണ്ടെന്നുണ്ടെങ്കിൽ ബിസിനസ് എന്തായാലും പൊട്ടിപ്പോകും. പിന്നെ നമ്മൾ എന്ത് മുന്നിൽ കാണുന്നതും
തോൽവികളായാലും അല്ലെങ്കിൽ പുതിയ കാര്യങ്ങളാണെങ്കിലും മറ്റുള്ള ആളുകളുടെ അടുത്തു നിന്നാണെങ്കിലും നമ്മൾ പുതിയ കാര്യങ്ങൾ പഠിച്ചുകൊണ്ടേയിരിക്കണം. അതുകൊണ്ട് ഞാൻ നേരത്തെ പറഞ്ഞ ഈ പോഡ്കാസ്റ്റൊക്കെ എന്ന് പറഞ്ഞാൽ ബിസിനസ് പോഡ്കാസ്റ്റിൻ്റെ ഒക്കെ പ്രത്യേകത എന്ന് വെച്ചാൽ അവരുടെ ലൈഫ് സ്റ്റൈൽ അല്ലെങ്കിൽ അവർ എന്തൊക്കെ പഠിച്ചത് എന്നുള്ള കാര്യങ്ങളായിരുന്നു കൂടുതലും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം അവരുടെ മിസ്റ്റേക്കുകൾ എന്താണ് അതായിരിക്കും ചിലപ്പോൾ ഒരു പക്ഷേ നമുക്ക് ഉണ്ടാവാൻ പോകുന്നത്. എല്ലാവർക്കും ഒരേപോലെ ആവണം നിർബന്ധമില്ല, എന്നാൽ കൂടി. അപ്പം അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. എന്താ പറയുക, അപ്പോൾ ഒരു ബിസിനസ് മാനെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് സ്കില്ലുകൾ അവൻ ലേൺ ചെയ്യും. അതുപോലെ തന്നെ നെറ്റ്വർക്കിങ്, ഒരുപാട് കണക്ഷൻസ് ഉണ്ടാവും സമൂഹത്തിൽ. ആരോടൊക്കെ എന്തൊക്കെ ചോദിക്കണം, ഇതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരുപാട്. കാരണം നമ്മളെ സംബന്ധിച്ചിടത്തോളം തന്നെ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ബന്ധപ്പെട്ട് കിടക്കും ബിസിനസ് മാനെ സംബന്ധിച്ചിടത്തോളം. അതുപോലെ ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരുപാട് ബിസിനസ് മാൻമാരുണ്ടാവും. അവരൊക്കെ അതിൽ കണക്ഷൻ ഉണ്ടാവും. ഈ കണക്ഷൻ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ലൈഫിൽ കണക്ഷൻസ് കൊണ്ട് നമുക്ക് ഒരുപാട് ഉപകാരങ്ങളുണ്ടാവും. അപ്പം അതൊക്കെയാണ് ഒരു ബിസിനസ് ഒരു വട്ടമെങ്കിലും ചെയ്യണം എന്ന് പറഞ്ഞത്. കാരണം തോൽവി ഏറ്റവും കൂടുതൽ എനിക്ക് തോന്നുന്നത് ബിസിനസ് മാൻമാരാണ് കൂടുതലും ഏറ്റുവാങ്ങുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ അവരാണ് കൂടുതൽ വർക്ക് ചെയ്യുന്നത്, അവരാണ് കൂടുതൽ കാര്യങ്ങൾ ചെയ്യുന്നത്. അപ്പോൾ അവർക്ക് തോൽവിയുണ്ട്. ചെയ്യുന്ന ആളുകൾക്കേ തോൽവി ഉണ്ടാവുള്ളൂ, അല്ലാണ്ട് വെറുതെ ഇരിക്കുന്ന ആൾക്കാർക്ക് ഒരിക്കലും തോൽവി ഉണ്ടാവില്ല. അപ്പം അവർ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നത് കൊണ്ട് തന്നെ ഒരുപാട് കാര്യങ്ങളിൽ ഫെയിലാവും. ആ ഫെയിലിയേഴ്സൊക്കെ ലൈഫിലൊരു ഉപകാരമാണ്. ലൈഫിൽ ഇപ്പോൾ അൾട്ടിമേറ്റ് ഗോൾ എന്ന് പറഞ്ഞാൽ സത്യം പറഞ്ഞാൽ പൈസനേക്കാളും മുകളിൽ നമ്മൾ പറയുന്നൊരു കാര്യം എന്ന് പറഞ്ഞാൽ സമാധാനം എന്നുള്ളതാണ്. ജീവിതം ഏറ്റവും നല്ല രീതിയിൽ പോകാം, എന്ത് പ്രശ്നങ്ങൾ വന്നാലും അത് തരണം ചെയ്യാനുള്ള ഒരു മനക്കട്ടി ഉണ്ടാവണം എന്നുള്ളതാണ്. ആ ഒരു സാധനം സത്യത്തിൽ ഒരു ആവറേജ് ബിസിനസ് മാനെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാവും, അത് ഉറപ്പാണ്. അപ്പം ജീവിതം പഠിക്കാൻ വേണ്ടിയിട്ടുള്ള ഏറ്റവും നല്ലൊരു വഴിയാണ് ബിസിനസ് എന്ന് പറഞ്ഞൊരു കോഴ്സ്. അത് കോഴ്സായിട്ടാണ് ഞാൻ പറയാം. ഇപ്പം നേരത്തെ പറഞ്ഞതിൽ ഞാൻ ഒറ്റ വാക്കിൽ പറഞ്ഞതാണ് ബിസിനസ് ചെയ്യണം എന്നുള്ളത്. പക്ഷേ കുറച്ചുകൂടി വിശദീകരിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു കാരണവശാലും എല്ലാവരും ബിസിനസ്സിലേക്ക് ഇറങ്ങരുതെന്നും ഞാൻ പറയും. കാരണം എന്താണെന്നറിയോ, അപ്പം എല്ലാവരും ബിസിനസ്സിലേക്ക് ഇറങ്ങാറാണ്. ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞത് പഠിക്കുക അല്ലെങ്കിൽ ജീവിതം പഠിക്കുക എന്നുള്ളതൊന്നും വിചാരിച്ചിട്ടായിരിക്കില്ല ബിസിനസ്സിലേക്ക് ഇറങ്ങുന്നത്. ബിസിനസ്സിലേക്ക് പൈസ ഉണ്ടാക്കണം എന്നുള്ള അൾട്ടിമേറ്റ് ഗോൾ, പൈസ ഉണ്ടാക്കണം എന്നുള്ളതായതുകൊണ്ട് പൈസ ഉണ്ടാക്കണം എന്നുള്ള ചിന്ത മാത്രം കൊണ്ട് ഇറങ്ങുന്ന കുറേ ആൾക്കാരുണ്ട്. അത് ഏറ്റവും വലിയ മണ്ടത്തരാണ്. കാരണം എക്സാമ്പിൾ വരാണെന്നുണ്ടെങ്കിൽ ഇപ്പം ഇപ്പോൾ എല്ലാവർക്കും ബിസിനസ് സ്യൂട്ട് ആവില്ല എന്ന് പറയാൻ കാരണം ബാക്കി എല്ലാ കോഴ്സുകളും അല്ലെങ്കിൽ എല്ലാ കരിയർ പോലെ തന്നെയാണ് ഒരു ബിസിനസ് എന്ന് പറഞ്ഞ സാധനം. പക്ഷെ ആ രീതിയിലല്ല ആളുകൾ കാണുന്നത്. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരു ഡോക്ടർ ആവണം എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഡോക്ടർ ആവാൻ പറ്റില്ല. അതുപോലെ തന്നെ ഒരു പൈലറ്റ് ആവാൻ ആഗ്രഹമുള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാളെ പിടിച്ച് ഡോക്ടറാക്കിയിട്ടും കാര്യമില്ല. അപ്പം ഇതുപോലെ തന്നെയാണ് സതിൽ ബിസിനസ്സും. എല്ലാവർക്കും ചേർന്ന ഒരു സാധനമല്ല ബിസിനസ്. ഇപ്പോൾ വേറെ ഏതെങ്കിലും കരിയറിലേക്ക് പോകാൻ ആഗ്രഹമുള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം ആളെ പിടിച്ചിട്ട് ബിസിനസ്സിലേക്ക് കൊണ്ടുവന്നിട്ടാലും ബിസിനസ് നടക്കില്ല. അതുപോലെ തന്നെ ഒരു ഡോക്ടർ ആവണം എന്ന് പറഞ്ഞാൽ ഇപ്പം എനിക്ക് ഡോക്ടറാണ് ആഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ നാളെ തന്നെ പോയിട്ട് സർജറി ചെയ്യലില്ല. അതിനൊരു 4-5 കൊല്ലത്തെ അതിന് മുന്നേ എൻട്രൻസ് ഉണ്ട്. അത് കഴിഞ്ഞിട്ട് 5 കൊല്ലത്തെ ഒരു ലോങ് ടേം പ്രോസസ്സ് ഉണ്ട്, പഠിത്തമുണ്ട്. അത് കഴിഞ്ഞിട്ടാണ് ഞാൻ ഡോക്ടറായിട്ട് പുറത്തിറങ്ങുന്നത്. അപ്പം അത് ഭയങ്കര ഇമ്പോർട്ടൻ്റാണ്. ഈ ഒരു സംഭവം സത്യത്തിൽ ബിസിനസ്സിൽ ആരും മൈൻഡ് ചെയ്യാത്തൊരു കാര്യമാണ്. അതായത് ബിസിനസ്സിൽ സംബന്ധിച്ചിടത്തോളം നേരെ കുറച്ച് പൈസ ഉണ്ടായാൽ മതി, ഒരു നല്ലൊരു ഐഡിയ ഉണ്ടെന്നുണ്ടെങ്കിൽ നേരെ ചെല്ലുക, ബിസിനസ്സാണ് ചെയ്യുക എന്നുള്ളൊരു മെൻറ്റാലിറ്റിയാണ്. ഇതിനെക്കുറിച്ചിട്ട് പഠിക്കണം എന്നുള്ളതോ അല്ലെങ്കിൽ എന്താണ് സ്കില്ലുകൾ നേടേണ്ടത് അല്ലെങ്കിൽ മാർക്കറ്റ് എങ്ങനെയാണ് മണി മാനേജ് ചെയ്യേണ്ടത്, ഈ ഒരു സാധനത്തിനെ കുറിച്ചിട്ട് പഠിക്കുക അല്ലെങ്കിൽ ചെയ്യുക ഒന്നുമില്ലാണ്ട് നേരത്തെ പറഞ്ഞതിൽ നേരെ പോയി സർജറി ചെയ്യുന്ന പോലെയാണ് നേരെ പോയി ബിസിനസ് ചെയ്യുക. ആ ഒരു സംഭവം ബിസിനസ്സിൽ ചെയ്താൽ ബിസിനസ് പൊട്ടും, 100% ഉറപ്പാണ്. കാരണം ബിസിനസ്സിൽ നോളജ് അത്രയ്ക്ക് ഇമ്പോർട്ടൻ്റ് ആണ്. ബാക്കി എല്ലാ കരിയറിലും നോളജ് ഇമ്പോർട്ടൻ്റ് ആണ്. ഒരു എഞ്ചിനീയർ ആവണോ, നോളജ് അത്യാവശ്യമാണ്. ഒരു ഡോക്ടർ ആവണോ, നോളജ് അത്യാവശ്യമാണ്. പൈലറ്റ് ആവണോ, നോളജ് അത്യാവശ്യമാണ്. എല്ലാ കാര്യത്തിനും നോളജ് അത്യാവശ്യമാണ്. നോളജ് ഇല്ലാത്തൊരു മേഖലയില്ല. അതുപോലെ തന്നെയാണ് ബിസിനസ്. പക്ഷേ ആ ഒരു രീതിയിലല്ല ട്രീറ്റ് ചെയ്യുന്ന ആളുകൾ. ബിസിനസ് എന്ന് പറഞ്ഞാൽ ആർക്കും ചെയ്യാം, അല്ലെങ്കിൽ പൈസ ഉണ്ടാവണം ആർക്കും ചെയ്യാം, എന്തിന് ഒരു ഐഡിയ ഉണ്ടെന്നുണ്ടെങ്കിൽ ആർക്കും ചെയ്യാം എന്നാണ് ആളുകൾ തെറ്റിദ്ധരിക്കുന്നത്. അങ്ങനെയല്ല, ലിറ്ററലി അങ്ങനെയല്ല. ഇതാണ് യഥാർത്ഥ ട്രൂത്ത്. കാരണം എല്ലാവർക്കും ബിസിനസ് ചെയ്യാൻ പറ്റില്ല എന്ന് പറയാനും ഒരു റീസൺ അതാണ്. നോളജ് എല്ലാവർക്കും ഉണ്ടായിക്കൊള്ളുന്നില്ല. ആ നോളജ് ഗെയിൻ ചെയ്യാൻ ഒരുപാട് സമയമെടുക്കും. മിക്ക ആളുകളെന്ന് പറഞ്ഞാൽ ഈ ഇൻസ്റ്റൻറ്റ് ഗ്രാറ്റിറ്റ്യൂഡ് കിട്ടാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരാണ്. അതാണ് മിഡിൽ ക്ലാസ്സിൻ്റെ ഏറ്റവും വലിയൊരു പ്രോബ്ലം. അപ്പം ബിസിനസ് സംബന്ധിച്ചിടത്തോളം എന്ന് പറഞ്ഞാൽ ചിലപ്പം ഞാൻ പറഞ്ഞതിൽ 6 മാസം to 1 കൊല്ലം നമ്മൾ പഠിക്കേണ്ടതിന് വരും. ഒരുപാട് പ്രോസസ്സ് അല്ലെങ്കിൽ എന്താ പറയുക, ഈ ഐഡിയ വർക്ക് ചെയ്യേണ്ടതിന് വരും അതിന് കൂട്ടത്തിൽ. അപ്പോൾ പിന്നെ ഈ പഠിത്തമൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഇതൊന്ന് പ്രോട്ടോടൈപ്പ് ആക്കി പുറത്തിറക്കണമെങ്കിൽ തന്നെ ചിലപ്പോൾ ഒരു 6 മാസം എടുക്കും. പിന്നെ അത് സ്കെയിൽ ചെയ്യലും അതിൻ്റെ കൂടെ വർക്ക് ചെയ്യലും അങ്ങനെ ഒരു 1 to 3 years ഇതിൻ്റെ പുറകെ എന്തായാലും സ്പെൻഡ് ആവും.
ചിലപ്പം ഒരു പക്ഷേ 1.5 കൊല്ലം ഒരു ഫണ്ടും കയ്യിലുണ്ടാവില്ല, അങ്ങനെ തന്നെ വർക്ക് ചെയ്യേണ്ടി വരും. അപ്പോൾ ഇതൊന്നും ചിലപ്പം സാധാരണക്കാരനെ സംബന്ധിച്ചിടത്തോളം പറ്റില്ല. അപ്പം അങ്ങനെയുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം ബിസിനസ്സിലേക്ക് വരാതിരിക്കുകയാണ് ഏറ്റവും ബെറ്റർ. അല്ലാണ്ട് ഒരു ഈ ഒരു എൻവയോൺമെൻറ്റും അല്ലെങ്കിൽ ലൈഫ് പഠിക്കണം എന്നുള്ളൊരു ആഗ്രഹമുള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം, അല്ലെങ്കിൽ എക്സ്പ്ലോർ ചെയ്യണം എന്നുള്ള ഒരു ആഗ്രഹമുള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം ബിസിനസ് ഈസ് ബെസ്റ്റ് ചോയ്സ്. ഓക്കെ, അടുത്തത്, വാട്ട് ഈസ് ദ സിംപ്ലസ്റ്റ് ബിസിനസ് ഓർ സൈഡ് ഇൻകം സംവൺ വിത്ത് അബ്സല്യൂട്ട്ലി നോ മണി ക്യാൻ സ്റ്റാർട്ട് ടുഡേ? അങ്ങനെ ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പം ഫ്രീലാൻസിങ്ങും ഉണ്ട്, അതുപോലെ തന്നെ ഒരു ബിസിനസ് എന്നുള്ള രീതിയിലേക്ക് മാറണ ഒരു സാധനമുണ്ട്. അതായത് സൈഡ് ഇൻകം പറഞ്ഞതിനോടാണ് ഞാൻ പറഞ്ഞത്. ഇപ്പോൾ ഫ്രീലാൻസിങ് ചെയ്തിട്ട് നമ്മൾ ഒരു സ്കില്ല്, ഞാൻ നേരത്തെ പറഞ്ഞൊരു സ്കില്ല് ഏൺ ചെയ്തിട്ട് അതിനെ ഫ്രീലാൻസ് ചെയ്തിട്ട് നമുക്ക് പൈസ ഏൺ ചെയ്യാം. പക്ഷെ അവിടുത്തെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ആ പണി നിർത്തിയത് എപ്പോഴാണോ, അല്ലെങ്കിൽ വർക്ക് എടുക്കാത്ത സമയത്ത് പിന്നെ പൈസ കിട്ടില്ല. അപ്പം സൈഡായിട്ട് ചെറിയ ബിസിനസ് എന്ന് പറഞ്ഞാൽ ഇപ്പം ഡ്രോപ്പ് ഷിപ്പിംഗ്, അതുപോലെ തന്നെ അഫിലിയേറ്റഡ് മാർക്കറ്റിംഗ്, കണ്ടൻറ് ക്രിയേഷൻ, അതുപോലെ കോപ്പി റൈറ്റിംഗ്, ഇങ്ങനത്തെ ഒരുപാട് ചെറിയ ചെറിയ സ്കില്ലുകൾ അല്ലെങ്കിൽ ബിസിനസ്സുകളുണ്ട്. ഇപ്പോൾ ഡ്രോപ്പ് ഷിപ്പിങ്ങിനെ സംബന്ധിച്ചിടത്തോളം എന്ന് പറഞ്ഞാൽ അത് ആളുകൾ പല തെറ്റിദ്ധാരണകളുണ്ട്. ഇപ്പോൾ ഡ്രോപ്പ് ഷിപ്പിങ്ങിന് തന്നെ ഡ്രോപ്പ് ഷിപ്പിംഗ് ചില ആൾക്കാർ പറയും ഔട്ട്ഡേറ്റഡ് ആയിട്ടുള്ളതാണ്, ചില ആൾക്കാർ പറയും ഭയങ്കര റിസ്ക്കാണ് ചെയ്യാൻ, അങ്ങനെ കുറേ കാര്യങ്ങൾ പറയാനുണ്ട്. പക്ഷേ സത്യത്തിൽ എന്താണെന്ന് വെച്ചാൽ ഡ്രോപ്പ് ഷിപ്പിംഗ് എന്ന് പറഞ്ഞാൽ അതൊരു ബിസിനസ് മോഡലാണ്. ബിസിനസ് മോഡൽ എന്ന് പറഞ്ഞാൽ അത് ഉപയോഗിച്ചിട്ട് വെറൈറ്റീസ് ഓഫ് ബിസിനസ് നമുക്ക് ചെയ്യാൻ പറ്റും. ഒരുപാട് ബിസിനസ്സിൽ നമുക്ക് ആ ഡ്രോപ്പ് ഷിപ്പിംഗ് എന്ന് പറഞ്ഞ മെത്തേഡ് യൂസ് ചെയ്യാം. ഇപ്പോൾ എക്സാമ്പിളാണ് ഒരുപാട് സ്റ്റാർട്ടപ്പ് അല്ലെങ്കിൽ വലിയ വലിയ കമ്പനികൾ വരെ ഡ്രോപ്പ് ഷിപ്പിംഗ് ഒരു ചെറിയ രീതിയിലെങ്കിലും ഉപയോഗിക്കുന്നുണ്ട്. അതായത് ഡ്രോപ്പ് ഷിപ്പിങ്ങിൻ്റെ ലിറ്ററലി ഇങ്ങനെ പറയാം, നമ്മൾ പ്രൊഡക്റ്റ് ഹോൾഡ് ചെയ്യാണ്ട് പ്രൊഡക്റ്റ് ഹോൾഡ് ചെയ്ത ആളെ കയ്യിൽ നിന്ന് കസ്റ്റമർ കയ്യിലേക്ക് എത്തിക്കുക എന്നുള്ളത്. അപ്പോൾ കസ്റ്റമറെ നമ്മൾ കണ്ടുപിടിക്കണം, പ്രൊഡക്റ്റ് സപ്ലയറെ നമ്മൾ കണ്ടുപിടിക്കണം. ഇതാണ് സത്യത്തിൽ ഡ്രോപ്പ് ഷിപ്പിംഗ്. ഇതൊക്കെ സത്യത്തിൽ ആളുകൾക്ക് സിമ്പിളായിട്ട് പഠിക്കാൻ പറ്റുന്നതാണ്, സൈഡ് ഇൻകം ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഹൗ ക്യാൻ സമ്മൺ മാനേജ് ടൈം, സ്റ്റഡി ആൻഡ് മണി മേക്കിംഗ് ടുഗദർ വിത്തൗട്ട് ബേൺ ഔട്ട്? ഇപ്പോൾ പഠിത്തത്തിൻ്റെ കൂടെ തന്നെ മണി മേക്ക് ചെയ്യുക. അപ്പോൾ അത് നേരത്തെ പറഞ്ഞ ക്വസ്റ്റ്യൻസ് തന്നെയാണ് സത്യത്തിൽ. സ്കില്ല് ഉണ്ടാക്കിയെടുക്കുക. ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ +2 വരെയുള്ള കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ഞാനൊന്നും പറയില്ല. അവർ ഫാമിലി കണക്ഷൻസ്, അതുപോലെ തന്നെ ഒരു പേഴ്സണൽ ഡെവലപ്മെൻറ്റ്, ബിഹേവിയർ സെൻസ്, ഇതൊക്കെ ഡെവലപ്പ് ചെയ്യേണ്ട ഒരു സമയമാണ് +2 വരെ. അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അത് വേറൊരു ടോപ്പിക്കാണ്, പക്ഷെ എന്നാലും ഞാൻ ചെറിയ രീതിയിലും പറയാം. അപ്പോൾ പറഞ്ഞതുകൊണ്ട് അപ്പം അവർ സത്യത്തിൽ പൈസ ഉണ്ടാക്കുന്ന ഒരു ഫീൽഡിലേക്ക് ഇറങ്ങാതിരിക്കുകയാണ് ഏറ്റവും ബെറ്റർ. കാരണം ആ ഒരു പ്രായം എന്ന് പറഞ്ഞാൽ മാനേജ് ചെയ്യാൻ തീരെ ഐഡിയ ഇല്ലാത്തൊരു, അതായത് ഒരു 18 വയസ്സിന് മുന്നേ തീരെ പൈസ മാനേജ് ചെയ്യാൻ കഴിയാത്തൊരു പ്രായം. അപ്പോൾ എവിടെന്നെങ്കിലും പൈസ കിട്ടുന്നത് കണ്ടാൽ, ഫോർ എക്സാമ്പിൾ കാറ്ററിങ്ങിനോ അല്ലെങ്കിൽ ഏതെങ്കിലും വർക്കിനൊക്കെ പോയിട്ട് കുറച്ച് പൈസ കയ്യിൽ കിട്ടിയാൽ പിന്നെ വേറെ എന്തെങ്കിലും പരിപാടി നോക്കുക എന്ന് പറഞ്ഞാൽ ഭയങ്കര വേറെ പരിപാടി നോക്കാത്തൊരു സിറ്റുവേഷൻ ഉണ്ടാകലുണ്ട്. അതുകൊണ്ട് എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായത്തിൽ +2 വരെ ഉള്ള ആളുകൾ എന്ന് പറഞ്ഞാൽ അവർ സത്യത്തിൽ നോക്കേണ്ട ഒരു കാര്യമാണ്. ഇപ്പോൾ പൈസേനേക്കാൾ കുറച്ച് മുന്നേ ആദ്യം ഗെയിൻ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ പേഴ്സണൽ ഡെവലപ്മെൻ്റ് ഒക്കെയാണ്. ആളുകളോട് എങ്ങനെ ബിഹേവ് ചെയ്യാം, അതുപോലെ തന്നെ ഒരു കാര്യം വന്നാൽ എങ്ങനെ അതിനെ അപ്രോച്ച് ചെയ്യാം എന്നുള്ള കാര്യങ്ങളൊക്കെ ഭയങ്കര ഇമ്പോർട്ടൻ്റാണ്. അത് +2 വരെയുള്ള കുട്ടികൾ സത്യത്തിൽ ഗെയിൻ ചെയ്തേ പറ്റും. അത് ഒന്നാമത്തെ വിഷയം എന്ന് പറഞ്ഞാൽ അത് ഗെയിൻ ചെയ്യാനുള്ള അവസരങ്ങൾ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ സ്കൂളൊന്നും ഇല്ല, വീട്ടിൽ നിന്നും ഇല്ല, അങ്ങനെ ഒരു സിറ്റുവേഷനൊക്കെ ഉണ്ടെങ്കിൽ കൂടി അത് വേറെ ടോപ്പിക് ആയതുകൊണ്ട് തൽക്കാലം അപ്പോൾ അവിടെ നിർത്തി. പിന്നെ ഡിഗ്രി പഠിക്കുന്ന സമയത്തോട് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കോഴ്സ് പഠിക്കുകയാണെന്നുണ്ടെങ്കിലും അവർക്ക് ഞാൻ നേരത്തെ പറഞ്ഞതിൽ ഫ്രീലാൻസ് ആയിട്ട് വർക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ ആദ്യം സ്കില്ല് ഉണ്ടാവണം. ആ സ്കില്ല് കിട്ടാനുള്ള ഒരുപാട് വഴികൾ എന്താ പറയുക ഈ ലോകത്തുണ്ട്, ഇൻ്റർനെറ്റിൽ തന്നെ ഉണ്ട്. അപ്പോൾ അത് നല്ല രീതിയിൽ എക്സ്പ്ലോർ ചെയ്യുക എന്നുള്ളത് തന്നെയാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ്. അതിൽ നേരത്തെ പറഞ്ഞതിൽ ഒരുപാട് ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഇതുപോലത്തെ കോഴ്സുകളൊക്കെ പറഞ്ഞാൽ ഫ്രീ കിട്ടുന്ന ഒരുപാട് വെബ്സൈറ്റുകളുണ്ട്. സത്യത്തിൽ ഒന്ന് സെർച്ച് ചെയ്താൽ മതി, ഈ ChatGPT-നോടോ ഗൂഗിളിലോ സെർച്ച് ചെയ്താൽ ഒരുപാട് കോഴ്സുകൾ കിട്ടുന്ന. ഇപ്പം ഗൂഗിളിൻ്റെയും അതുപോലെ തന്നെ മെറ്റൻ്റെ തന്നെ ഒരു കോഴ്സിൻ്റെ തന്നെ ഒരു പ്ലാറ്റ്ഫോം ഉണ്ട്.
അതിലവർ ഫ്രീ ആയിട്ട് സർട്ടിഫിക്കറ്റ് വരെ ആഫ്റ്റർ ദ കോഴ്സ് കഴിഞ്ഞാൽ നമുക്ക് സർട്ടിഫിക്കറ്റ് വരെ കിട്ടും. അതിന് നല്ല വാല്യൂ ഉള്ളൊരു സർട്ടിഫിക്കറ്റുമാണ്. സോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റും. ഇറ്റ്സ് ബെറ്റർ. അടുത്തത് 9. ഹൗ ഇമ്പോർട്ടൻറ്റ് ഇസ് ദ ഫ്രണ്ട് സർക്കിൾ ആൻഡ് എൻവയോൺമെൻറ്റ് ഇൻ ബിക്കം വെൽത്തി ആൻഡ് യങ് ഏജ്? ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. ഒരു യങ് ഏജിൽ തന്നെ വെൽത്തി ആവണമെന്നുള്ളതല്ല. ഫോർ എക്സാമ്പിൾ ഒരു 20 to 30 ഇടയിൽ വെൽത്ത് ക്രിയേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ സത്യം പറഞ്ഞാൽ നമ്മുടെ ഫ്രണ്ട് സർക്കിള്, അതുപോലെ തന്നെ ഫാമിലി, ഇതൊക്കെ സത്യത്തിൽ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം നമുക്ക് ഓപ്പർച്യൂണിറ്റീസ് കിട്ടുക എന്ന് പറഞ്ഞാൽ നമ്മൾ ആരും കൊണ്ടുവന്ന് തരൂല നമ്മളെ. അതുപോലെ തന്നെ നമ്മളിപ്പോൾ ഗെയിൻ ചെയ്യുക എന്ന് പറയുന്ന സമയത്ത് തന്നെ നമ്മൾ ചുറ്റുപാടുള്ള ആളുകൾ ചിന്തിക്കുന്ന പോലെ ആയിരിക്കും നമ്മളും ചിന്തിക്കുക. ഫോർ എക്സാമ്പിൾ ഫ്രണ്ട് സർക്കിളിൻ്റെ കേസ് തന്നെ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പം 2 രീതിയിൽ ഫ്രണ്ട് സർക്കിൾ ഉണ്ട്. ഒന്നൊരു വൈബ് സർക്കിൾ, അല്ലെങ്കിൽ രണ്ടാമത്തത് ഒരു ഗ്രോത്ത് സർക്കിൾ എന്ന് പറയും. വൈബ് സർക്കിളിനെ സംബന്ധിച്ചിടത്തോളം പറഞ്ഞാൽ ഇപ്പം ഇന്നും വൈകുന്നേരം ചായ അടിക്കാൻ പോവുക, അതുപോലെ തന്നെ കറങ്ങാൻ പോവുക, ഇങ്ങനെ മാത്രം ചിന്തിക്കുന്നൊരു കൂട്ടം ആളുകൾ നിങ്ങളുടെ കൂട്ടത്തിലുണ്ടാവും. പക്ഷേ അവരെ സംബന്ധിച്ചിടത്തോളം എന്ന് പറഞ്ഞാൽ ആ ഒരു ടീമിൽ ഒരാൾക്കും ഗ്രോത്ത് ഉണ്ടാവില്ല. 100% ഉറപ്പാണ്. എന്തെങ്കിലുമൊക്കെ ചെറിയ ചെറിയ തട്ടിമുട്ടി ഏതെങ്കിലും കോഴ്സൊക്കെ എടുത്ത് കുറേ കാലം വീട്ടിലിരുന്ന് അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യാമെന്നല്ലാണ്ട് രണ്ടാമത്തെ സർക്കിളുണ്ട്, ഗ്രോത്ത് സർക്കിൾ. ഇതാണ് ഒരു 15 വയസ്സ് കഴിഞ്ഞിട്ടുള്ളൊരു അല്ലെങ്കിൽ 18 വയസ്സ് കഴിഞ്ഞിട്ടുള്ളൊരു ചെക്കനെ സംബന്ധിച്ചുള്ള കിട്ടേണ്ടത്. ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. കാരണം ആ ഗ്രോത്ത് സർക്കിളിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ അവർക്കൊരു ബോധം ഉണ്ടാവും. 18 വയസ്സ് കഴിഞ്ഞിട്ടുണ്ട്, 20 വയസ്സ് കഴിഞ്ഞിട്ടുണ്ട്, സൊസൈറ്റിയിൽ അല്ലെങ്കിൽ മാർക്കറ്റിൽ ഇങ്ങനെയൊക്കെയാണ് അവസ്ഥ, ജോലി കിട്ടാൻ സാധ്യതകൾ കുറവാണ്, അല്ലെങ്കിൽ സ്കില്ല് ഉണ്ടാവണം. ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ സ്കില്ല് ഗെയിൻ ചെയ്യാനോ അല്ലെങ്കിൽ കൂടി ഇരുന്നിട്ട് ഒരു വർക്ക് ചെയ്യാനോ, ഫോർ എക്സാമ്പിൾ കൂടെ ഇരുന്നിട്ട് കളിക്കാനും അതുപോലെ തന്നെ കൂടെ ഇരുന്നിട്ട് ചായ കുടിക്കാനൊക്കെ പോകുന്ന ഈ ഒരു മൈൻഡ് സെറ്റ് മാത്രം മതി. കൂടെ ഇരുന്നിട്ട് വർക്ക് ചെയ്യാനും ഒരു ഏൺ ചെയ്യാനുമുള്ള മെൻറ്റാലിറ്റിയും കൂടി ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ മതി. ആ ഒരു സർക്കിൾ നിങ്ങൾക്ക് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എത്രത്തോളം ഗ്രോ ചെയ്യും എന്നുള്ളത്. അതുകൊണ്ടാണ് ഗ്രോത്ത് സർക്കിൾ എന്ന് പറഞ്ഞത്. അപ്പം നിങ്ങൾ തന്നെ ആലോചിക്കുക, എൻ്റെ കൂടെ ഉള്ളത് വൈബ് സർക്കിളാണോ ഗ്രോത്ത് സർക്കിളാണോ, അല്ലെങ്കിൽ എനിക്ക് രണ്ടും ഉണ്ടോ എന്നുള്ളത്. ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ എന്താ പറയുക, ഇപ്പോൾ വൈബ് സർക്കിൾ ഉണ്ട് എന്ന് ഗ്രോത്ത് സർക്കിൾ ഉണ്ട് ഇല്ല എന്നുണ്ടെങ്കിൽ ഗ്രോത്ത് സർക്കിൾ ഇല്ല എന്നുണ്ടെങ്കിൽ വൈബ് സർക്കിളിനെ ഒഴിവാക്കണം എന്നുള്ളതല്ല പറഞ്ഞത്. വൈബ് സർക്കിൾ അത് വേണം, അത് ഇമ്പോർട്ടൻ്റ് ആണ്, അത് ലൈഫിൻ്റെ ഒരു ഭാഗമാണ്. വൈബ് അടിക്കുക അല്ലെങ്കിൽ കറങ്ങിതാക്കുക, റീഫ്രഷ് ആവുക എന്നുള്ളത് ഇറ്റ്സ് എ പാർട്ട് ഓഫ് ദി ജേണി. അതല്ലാണ്ട് വൈബ് മാത്രമായി പോയാലുള്ള വിഷയം എന്താണെന്ന് വെച്ചാൽ ഗ്രോത്ത് ഉണ്ടാവില്ല എന്നുള്ളത് 100% ഉറപ്പാണ്. 10-27 വയസ്സായാലും തൊള്ളയും നടക്കാം, പിന്നെ വല്ല ഗൾഫിലും കയറിയിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യേണ്ടി വരും. അതെല്ലാം ഉണ്ടാവുള്ളൂ മിക്കവാറും. പക്ഷെ അതിൻ്റെയൊക്കെ പ്രശ്നം എന്ന് പറഞ്ഞാൽ എന്നാലും ഫിനാൻഷ്യൽ സ്റ്റേബിലിറ്റി കിട്ടുക എന്ന് പറഞ്ഞത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇനി എക്സാമ്പിൾ വരാണെന്നുണ്ടെങ്കിൽ ഗ്രോത്ത് സർക്കിൾ നിങ്ങളെ കൂട്ടത്തിൽ തന്നെ, അല്ലെങ്കിൽ ഗ്രോത്ത് സർക്കിളിനെ സംബന്ധിച്ചിടത്തോളം എന്ന് പറഞ്ഞാൽ ഫ്രണ്ട്സ് ആവണം നിർബന്ധമില്ല, ഒരു കമ്മ്യൂണിറ്റി ആയി കിട്ടിയാൽ മതി. ഇപ്പോൾ എക്സാമ്പിൾ പറഞ്ഞപ്പോൾ ഞാൻ ഈ യൂട്യൂബ് ചാനലിൽ ഈ ഇടുന്ന കണ്ടൻറ്റുകൾ എന്ന് പറഞ്ഞാൽ ഒരു ഗ്രോത്ത് സർക്കിളിന് വേണ്ടിയിട്ടുള്ള എല്ലാ കണ്ടൻറ്റുകളും ഇതിലുണ്ട്. അതായത് എന്താ പറയുക, നിങ്ങൾക്ക് ഡൗട്ട് ചോദിക്കാം, ആ ഒരു ഡൗട്ടിനനുസരിച്ച് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. അതുപോലെ എന്തൊക്കെയാണ് ഫൈനാൻഷ്യൽ അൾട്ടിമേറ്റ് സക്സസ് ആവണമെന്നുണ്ടെങ്കിൽ എന്തൊക്കെ വേണം എന്നുള്ളതിനെ കുറിച്ചൊക്കെ നമ്മൾ ചർച്ച ചെയ്യുന്നുണ്ട്. ഇപ്പോൾ എൻ്റെ യൂട്യൂബ് ചാനലിൽ നിന്ന് മാത്രമല്ല, ഒരുപാട് യൂട്യൂബ് ചാനലുകൾ, ഇൻസ്റ്റാഗ്രാം പേജുകളൊക്കെ ഉണ്ട്. അപ്പോൾ അതെന്ത് ചെയ്യുകയെന്ന് വെച്ചാൽ അത് ഫോളോ ചെയ്യുന്ന, അതിനെ സപ്പോർട്ട് ചെയ്യും അല്ലെങ്കിൽ അതിൻ്റെ കൂടെ കൂടുകയും ചെയ്യുമ്പം നമ്മൾ ഓട്ടോമാറ്റിക്കലി എന്ത് ചെയ്യും, ആ ഒരു ഗ്രോത്ത് സർക്കിളിൻ്റെ കൂട്ടത്തിൽ കൂടും. ഇതെന്ന് പറഞ്ഞാൽ നമ്മൾ റിയൽ വേൾഡിലുള്ള ഗ്രോത്ത് സർക്കിൾ ആവണം നിർബന്ധമില്ല. ഞാൻ അതാ ഉദ്ദേശിച്ചത്. ഡിജിറ്റലി ആണെങ്കിലും ഒരു സർക്കിൾ നമ്മൾ കൂട്ടത്തിലുണ്ടാവണം എപ്പോഴും. അല്ലെങ്കിൽ ഒരു ദിവസത്തിൽ ഒരു മണിക്കൂറെങ്കിലും ഈ രീതിയിലുള്ള എന്തെങ്കിലും ഒരു ടോക്ക് നിങ്ങൾ കേൾക്കണം നിർബന്ധമായിട്ടും. അത് ജസ്റ്റ് ഒരു ഇൻസ്റ്റാഗ്രാം റീലോ അല്ലെങ്കിൽ ഇതോ അല്ല, ഒരു സീരിയസ് ആയിട്ടുള്ള ഒരു കാര്യത്തിനെ കുറിച്ചിട്ടുള്ള ഒരു ചർച്ചയോ അല്ലെങ്കിൽ പോഡ്കാസ്റ്റോ. അതുകൊണ്ടാണ് ഞാൻ പോഡ്കാസ്റ്റ് അത്ര ഇമ്പോർട്ടൻ്റ് എന്ന് പറഞ്ഞത്. പോഡ്കാസ്റ്റ് കാണൽ എനിക്ക് തോന്നുന്നു ആളുകൾ ഇപ്പം കൂടി വരുന്നുണ്ട്. ഇറ്റ്സ് എന്താ പറയുക, പക്ഷേ അതിൽ ചെറുപ്പക്കാർ വരുന്നുണ്ടോ എന്നുള്ളത് എനിക്ക് അത്ര ഉറപ്പില്ല. അതുകൊണ്ടാണ് ഞാനത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറഞ്ഞത്. ഓക്കെ, അതാണ് ഗ്രോത്ത് സർക്കിൾ ഉണ്ടാക്കേണ്ടത്. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഘടകമാണ്. അത് നിങ്ങൾ ഏത് രീതിയിലാണെങ്കിലും നിങ്ങൾ ഉണ്ടാക്കിയേ പറ്റൂ. നെക്സ്റ്റ്, what habit did you personally adapt that made biggest change in your financial journey? എൻ്റെ ഫൈനാൻഷ്യൽ ജേണിയിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഇതുണ്ട് എന്ന് പറഞ്ഞത് സത്യത്തിൽ വായന തന്നെയാണ്. ഒന്നാമത്തത് ഞാൻ പറഞ്ഞു, റിച്ച് ഡാഡ് പുവർ ഡാഡ് പോലുള്ള ഒരുപാട് ബുക്കുകൾ വായിച്ചത് കൊണ്ടാണ് ഒരു ഗ്രോത്ത് മൈൻഡ് സെറ്റും അല്ലെങ്കിൽ ഒരു സക്സസ് മൈൻഡ് സെറ്റ്, ഒരു ഓർഡർ ജീവിതത്തിൽ ഉണ്ടായതൊക്കെ.
അതിന് മുന്നേ ഉണ്ടെങ്കിൽ കൂടി കുറച്ചുകൂടി ഒരു ഓർഡർ ആയത് ആ സമയത്താണ്. രണ്ടാമത്തേതെന്ന് പറഞ്ഞാൽ ഓഫ്കോഴ്സ് പോഡ്കാസ്റ്റുകൾ. ഞാനത് അത്രയും ഇമ്പോർട്ടൻ്റ് ആയെന്ന് പറഞ്ഞാൽ അത് എൻ്റെ ലൈഫിൽ അത്രയും ഇമ്പാക്റ്റ് ഉണ്ടാക്കിയതുകൊണ്ടാണ്. നോളജ് എവിടെ നിന്നൊക്കെ കിട്ടുമോ അതൊക്കെ ഗെയിൻ ചെയ്യണം. ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. തേർഡ് പറയുകയാണെന്നുണ്ടെങ്കിൽ ചെറിയൊരു ഗ്രോത്ത് സർക്കിൾ നമുക്കുണ്ട്. വർക്ക് ചെയ്യാനും ഇതാക്കാനും ഉള്ളൊരു ഗ്രോത്ത് സർക്കിൾ ഉണ്ടായതുകൊണ്ട് തന്നെ ഫ്രണ്ട്സാണ് അൾട്ടിമേറ്റ്. അവർ ചെയ്യുന്ന കാര്യങ്ങളായിരിക്കും മിക്കവാറും നമ്മളും ചെയ്യുക. അപ്പം ആ ഒരു ഗ്രോത്ത് സർക്കിളിലുള്ള ആളുകൾ കൂടെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ എന്തായാലും സക്സസ് ആവും എന്നുള്ളത് 100% ഉറപ്പാണ്. അപ്പോൾ ഈ 2-3 കാര്യങ്ങളാണ്. ഓക്കെ, നെക്സ്റ്റ് ലാസ്റ്റ് ക്വസ്റ്റ്യൻ. If a 20-year-old asks you, bro, I want to become financially successful, tell me exactly what to do for the next 3 years. Okay, what is your full step-by-step answer? ഇതൊരു ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. അതായത് 20 വയസ്സുള്ള ഒരാൾ എന്നോട് ചോദിക്കുകയാണ്, അല്ലെങ്കിൽ 20 to 30 ഇയറുള്ള ഒരാൾ എന്നോട് ചോദിക്കുകയാണ് എങ്ങനെ ഫൈനാൻഷ്യലി സക്സസ്ഫുൾ ആവാം. അതിനൊരു ഓർഡർ ഉണ്ടാക്കുകയാണെങ്കിൽ ഞാനൊരു 3 ഓർഡർ വേണമെങ്കിൽ പറയാം. ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ കൺക്ലൂഷൻ, ഈ പോഡ്കാസ്റ്റ് സത്യത്തിൽ ഈ ഒരു സെക്ഷൻ്റെ ഒരു കൺക്ലൂഷനാണ്. അല്ല, ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ ഫുള്ള് ചിലപ്പോൾ ഇതിലുണ്ടാവും. 3 കാര്യങ്ങൾ ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. ഒന്നാമത്തെന്ന് പറഞ്ഞാൽ സ്കില്ല്, ഡിസിപ്ലിനായിട്ട് സ്കില്ല് ഉണ്ടാക്കുക എന്നുള്ളതാണ്. ഈ സ്കില്ലിൻ്റെ സമയത്തുള്ള ഇപ്പോൾ ഒരു പോഡ്കാസ്റ്റ് അല്ലെങ്കിൽ ഒരു സാധനമൊക്കെ വായിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് തോന്നും ഞാൻ നാളെ മുതൽ ഉഷാറാവും. ഇപ്പം എക്സാമ്പിൾ വരാണെന്നുണ്ടെങ്കിൽ അപ്പം ഞങ്ങളെ ഫ്രണ്ട്സ് കുറച്ച് മുന്നേ ഒരു ബോക്സിങ് കോമ്പറ്റീഷൻ കാണാൻ പോയിരുന്നു. അത് കണ്ടതിന് ശേഷം അന്ന് പറയണ്ടായിരുന്നു പിറ്റേന്ന് മുതൽ ഫുൾ ജിമ്മാണെന്നുള്ളത്. പക്ഷെ അത് വെറുതെ ആണ് പറഞ്ഞത്. പക്ഷെ അതേപോലെ ഒരു ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ളൊരു ട്രിഗർ ഉണ്ടായിട്ട് കാര്യമില്ല. നിങ്ങൾക്കൊരു ഡിസിപ്ലിൻ ഉണ്ടാവണം, സ്കിൽ ഡെവലപ്പ് ചെയ്യണം. ഏത് ഏജിലുള്ള ആളാണെങ്കിലും ഒരു കാരണവശാലും ഇൻസ്റ്റൻറ്റ് ഗ്രാറ്റിറ്റ്യൂഡ് വിചാരിക്കരുത്. നാളെ കിട്ടണം, മറ്റന്നാളെ കിട്ടണം, ഇപ്പോഴുള്ള സ്കിൽ വെച്ചിട്ട് ഇപ്പോൾ പൈസ ഉണ്ടാക്കാൻ കഴിയണം. അത് നടക്കൂല എന്ന് പറഞ്ഞാൽ അത് ആ മൈൻഡ് സെറ്റ് എടുത്ത് ഒഴിവാക്കിയില്ല എന്നുണ്ടെങ്കിൽ അതാണ് മിഡിൽ ക്ലാസ്സിനെ എപ്പോഴും കൊളത്തി വലിക്കുന്ന ഒരു സാധനം. അത് നിങ്ങൾ എന്തായാലും എടുത്ത് ഒഴിവാക്കിയിട്ട് സ്കില്ലുകൾ ഡെവലപ്പ് ചെയ്യുക. ഒരു 2 ഇയേഴ്സ് അല്ലെങ്കിൽ 3 ഇയേഴ്സ് അല്ലെങ്കിൽ ഒരു 1.5 കൊല്ലമെങ്കിൽ നിങ്ങളൊരു ലോങ് ടേം വിഷൻ കണ്ടിട്ട് 6 മാസം കൊണ്ട്, സത്യത്തിൽ നിങ്ങൾ 1 വർഷം ഇത് കണ്ടാൽ ചിലപ്പോൾ 2 വർഷം 3 വർഷമൊക്കെ ആവും. പക്ഷെ അതൊന്നും നിങ്ങൾ മൈൻഡ് ചെയ്യണ്ട. നിങ്ങൾ ലോങ് ടേം മാത്രം കാണുക. കാരണം എന്താണെന്ന് വെച്ചാൽ ഇപ്പം ഇത്രയും കാലം നിങ്ങൾ സ്ട്രഗിൾ ചെയ്തു. പക്ഷേ ഇനി അങ്ങോട്ടുള്ള കാലത്ത് ഒരു 1-2 വർഷം സ്ട്രഗിൾ ചെയ്തിട്ട് ബാക്കി പിന്നെ നിങ്ങൾ സെറ്റ് ആവുകയാണെന്നുണ്ടെങ്കിൽ വിഷയമില്ലല്ലോ. അതാണ് നിങ്ങൾക്ക് വേണ്ടതും. കാരണം 2 ദിവസം കൊണ്ട് സെറ്റ് ആവില്ല എന്നുള്ളത് 100% ഉറപ്പാണ്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുകയെന്ന് വെച്ചാൽ സ്കിൽ ഡെവലപ്പ് ചെയ്യുക. ചെറിയ സ്കില്ലുകൾ, ഞാൻ നേരത്തെ പറഞ്ഞ ഡിജിറ്റൽ മാർക്കറ്റിംഗ്, ഡ്രോപ്പ് ഷിപ്പിംഗ് എങ്ങനെ ചെയ്യാം, ഇങ്ങനത്തെ ചെറിയ ബിസിനസ് മോഡലുകൾ, ചെറിയ സ്കില്ലുകൾ, ഫ്രീലാൻസ് സ്കില്ലുകൾ, ഇത് ലേൺ ചെയ്ത് വെക്കുക. ഈവൻ ഞാൻ പറഞ്ഞു, നിങ്ങൾ സീരിയസ് ആയിട്ടുള്ളൊരു ഡിഗ്രിയോ അല്ലെങ്കിൽ ഒരു പ്രൊഫഷണൽ കോഴ്സോ ചെയ്യുന്ന ആളാണെങ്കിൽ പോലും നിങ്ങളത് എക്സ്ട്രാ സ്കില്ലുകൾ നിങ്ങളെ കോഴ്സുമായിട്ട് ഒരു ബന്ധം ഉണ്ടാവണം നിർബന്ധമില്ലേ. കാരണം സൊസൈറ്റിയിൽ, മാർക്കറ്റിൽ ലീഡിങ് ആയിട്ടുള്ള സ്കില്ലുകൾ ആയതുകൊണ്ടാണ് ഞാനത് ഗെയിൻ ചെയ്യണമെന്ന് പറഞ്ഞത്. ഒന്നത്. രണ്ടാമത്തത്, ഈ സ്കില്ല് ഉപയോഗിച്ചിട്ടും അതുപോലെ തന്നെ നിങ്ങളുടെ ജോലി, എന്ത് ബിസിനസ് എന്ത് ഉപയോഗിച്ചിട്ടാണെങ്കിൽ പോലും ഇൻകം ജനറേറ്റ് ചെയ്യണം. ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. എപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുക എന്ന് പറഞ്ഞാൽ നടക്കില്ല. ഇപ്പം നേരത്തെ പറഞ്ഞതിൽ ഒരു 6 മാസം നമ്മൾ പഠിച്ച് കഴിഞ്ഞിട്ട് നിർബന്ധമായിട്ടും ആ സ്കില്ല് ഉപയോഗിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ചെറിയ രീതിയിൽ ഏൺ ചെയ്യണം. അപ്പോഴേ നമുക്കൊരു മോട്ടിവേഷൻ ഉണ്ടാവുള്ളൂ. ഏൺ ചെയ്യുക എന്നുള്ളതാണ് രണ്ടാമത്തത്. ഇൻകം സ്ട്രീമുകൾ ജനറേറ്റ് ചെയ്തുകൊണ്ടേ ഇരിക്കുക. മൾട്ടിപ്പിൾ ഇൻകം സ്ട്രീം, ഒറ്റ ഇൻകം സ്ട്രീമിൽ നോക്കി നിൽക്കരുത്. കാരണം അത് എപ്പോഴും സ്റ്റോപ്പ് ആവാം. ഓക്കെ. മൂന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഇൻവെസ്റ്റ്മെൻറ്റ്. ഈ ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറഞ്ഞത് നേരത്തെ പറഞ്ഞത് ഫൈനാൻഷ്യൽ ലിറ്ററസിയിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സാധനമാണ് ഈ ഇൻവെസ്റ്റ്മെൻറ്റ്. എങ്ങനെ ഇൻവെസ്റ്റ് ചെയ്യാം ഒരു ചുരുക്കത്തിൽ ഞാൻ പറഞ്ഞുതരാം. ബിസിനസ് സ്റ്റാർട്ടപ്പ് ചെയ്യാൻ പറ്റുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ദേ ക്യാൻ സ്റ്റാർട്ട് എ ബിസിനസ്. ഓർ ഒരു ചെറിയ ബിസിനസ് ആണെങ്കിൽ പോലും അവർക്ക് ചെയ്യാൻ പറ്റും. എന്താ പറയുക, ചെയ്യാം. പിന്നെ രണ്ടാമത്, ഇപ്പോൾ ഏത് ബിസിനസ് ആണെന്നുണ്ടെങ്കിലും നിങ്ങൾ വിചാരിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നിങ്ങൾ അതിനെ സ്കെയിൽ ചെയ്യാൻ നന്നായിട്ട് ആലോചിച്ചിട്ടേ ചെയ്യാൻ പറ്റുള്ളൂ. അതായത് ചെറിയൊരു തട്ടുകട ഇട്ടിട്ട് ഞാൻ ബിസിനസ് ചെയ്യുകയാണ്, അല്ലെങ്കിൽ ഒരു കഫേ ഇട്ടിട്ട് ഞാൻ ബിസിനസ് ചെയ്യുകയാണെന്നുള്ളത് വെറുതെ വിചാരിക്കരുത്. കാരണം അതൊക്കെ സെൽഫ് എംപ്ലോയ്മെൻ്റ് ആണ്. അത് എന്ന് നിന്നോ അന്ന് നിങ്ങളെ ഇൻകം സ്ട്രീം നിൽക്കും. അതുകൊണ്ട് ബിസിനസ് എപ്പോഴും സ്കെയിൽ ചെയ്യാൻ വിചാരിക്കണം. അതിനെക്കുറിച്ച് നമുക്ക് പിന്നെ സംസാരിക്കാം. രണ്ടാമത്തേത് എന്ന് പറഞ്ഞാൽ നമ്മളോ വേറെ ആളുകളൊന്നും ഇൻവോൾവ് ആവാത്ത, വേറെ ആളുകളോ ഇൻവോൾവ് ആവാത്ത അസറ്റുകൾ, ഫോർ എക്സാമ്പിൾ റിയൽ എസ്റ്റേറ്റ്, സ്റ്റോക്ക്, ഇതിലൊക്കെ എന്ന് പറഞ്ഞാൽ കൊണ്ടുപോയി ഇട്ട് വെച്ചാൽ മതി. ലോങ് ടേം ആണ് ഞാൻ പറഞ്ഞത്. അല്ലാണ്ട് ഇൻട്രാഡേ സ്വിംഗ് ട്രേഡിംഗ് ഒന്നുമല്ല പറഞ്ഞത്, ലോങ് ടേം ആണ് പറഞ്ഞത്. പിന്നെ തേർഡ് എന്ന് പറഞ്ഞാൽ
ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. തേർഡ് എന്ന് പറഞ്ഞാൽ ബിസിനസ് ചെയ്യാൻ അറിയുന്ന ആളുകളുണ്ടാവും നിങ്ങളുടെ കൂട്ടത്തിൽ. നല്ല പൊട്ടൻഷ്യലുള്ള, നിങ്ങൾക്ക് പരിചയമുള്ള, ട്രസ്റ്റഡ് ആയിട്ടുള്ള ആളുകളുണ്ടാവും. അവർക്ക് ബിസിനസ് ചെയ്യാൻ പൈസ കൊടുക്കുക. ഇത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം എന്താ വെച്ചാൽ ഏതൊരു ബിസിനസ്മാനെ സംബന്ധിച്ചിടത്തോളം നാട്ടിൽ ഒരുപാട് ബിസിനസ്സുകൾ ഉയർത്തുന്നുണ്ട് നിങ്ങൾക്കറിയാം, ഒരുപാട് ബിസിനസ് സക്സസ് ആവുന്നുണ്ട് എന്നുള്ളത് നിങ്ങൾക്കറിയാം. ആ ബിസിനസ്സിൻ്റെ ഏർലി സ്റ്റേജിൽ നിങ്ങൾ അതിലൊരു ഇൻവെസ്റ്ററോ അല്ലെങ്കിൽ അതിൽ പൈസ കൊടുത്തിട്ട് സഹായിച്ചിട്ടുള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ സത്യം പറഞ്ഞാൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാൽ ഒരു 3 to 5 ഇയേഴ്സിനുള്ളിൽ നിങ്ങൾ ആ ഇട്ട പൈസേക്കാളും ഒരുപാട് പൈസ നിങ്ങൾക്ക് ഇരട്ടിയായിട്ട് കിട്ടും. മനസ്സിലായില്ലേ? അപ്പം എന്താ പറയുക, ആ ഒരു സർക്കിൾ നിങ്ങളെ ചുറ്റുപാട് ഒരുപക്ഷെ ഉണ്ടാകും. നിങ്ങളുടെ ഫ്രണ്ട്സോ അല്ലെങ്കിൽ നിങ്ങളെ കൂടെ പഠിച്ച ആളുകളോ റിലേറ്റീവ്സോ ആരെങ്കിലും. കാരണം ഒരു കാരണവശാലും ബിസിനസ് ചെയ്യാൻ താല്പര്യമുള്ള അല്ലെങ്കിൽ ഓൺട്രപ്രണർ മൈൻഡ് സെറ്റുള്ള ആളുകളെ തള്ളിക്കളയരുത്. കാരണം അവർ സക്സസ് ആകും എന്നുള്ളത് അവരെ മൈൻഡിൽ സെറ്റാണെന്നുണ്ടെങ്കിൽ കണ്ണും പൂട്ടി നിങ്ങൾക്ക് ഇൻവെസ്റ്റ് ചെയ്യാം. അതിന് പൊട്ടിയാലും കുഴപ്പമില്ല. കാരണം എന്താണെന്നറിയോ, അവർക്ക് നിങ്ങളെ ഒരു ട്രസ്റ്റ്, നിങ്ങളിൽ ഒരു ട്രസ്റ്റ് ഉണ്ടാവും. ഇനി അവർ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്ത ബിസിനസ് പൊട്ടിയെന്നുണ്ടെങ്കിലും ഇവർ ചിലപ്പം ബിസിനസ് നിർത്തില്ല, വേറെ ഏതെങ്കിലും ബിസിനസ്സിലൂടെ എന്താ പറയുക സക്സസ് ആയിട്ട് ആ പൈസ അല്ലെങ്കിൽ അതിൽ കൂടുതൽ നിങ്ങൾക്ക് തിരിച്ചു തരും. 100% ഉറപ്പാണ്. അതുകൊണ്ട് കണ്ണും പൂട്ടിയിട്ട് നിങ്ങൾക്ക് നല്ല ട്രസ്റ്റഡ് ആയിട്ടുള്ള ആൾ, മുങ്ങാത്ത ആളുകൾ കിട്ടും. അതുകൊണ്ടാണ് ട്രസ്റ്റഡ് എന്ന് ഞാൻ പറഞ്ഞത്. ആളുകൾക്ക് ഇൻവെസ്റ്റ് ചെയ്യാം. ഇറ്റ്സ് നല്ലൊരു ഇൻവെസ്റ്റ്മെൻ്റ് ആണത്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ സെക്ഷൻ വൈൻഡപ്പ് ചെയ്യാം. ChatGPT. ഓക്കെ, അപ്പോൾ നിങ്ങൾ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. അതേപോലെ ഗ്രോത്തുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും നിങ്ങൾക്ക് ഒരു ടോപ്പിക്, സ്പെസിഫിക് ടോപ്പിക്കിനെ കുറിച്ച് സംസാരിക്കണമെങ്കിൽ അതിനെക്കുറിച്ചിട്ട് കമൻറ്റ് ചെയ്യാം, നമുക്ക് സംസാരിക്കാം. നെക്സ്റ്റ് ടോപ്പിക്കുമായിട്ട് പിന്നെ കാണാം. ഓക്കെ.